വേദിയിലെ ഫോട്ടോഗ്രാഫർമാരായ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സദസ്സിലെ എത്രയും പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ ആമുഖ ഭാഷണത്തിന് ശേഷം നിങ്ങളെല്ലാവരും അറിയുന്ന കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഫോട്ടോഗ്രാഫർമാർ നമ്മുടെ ഇന്നത്തെ വിഷയത്തിൽ സാഹിത്യചരിത്രം ഛായാചിത്രങ്ങളിൽ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കും. അവരുടെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലായിരിക്കും ആ സംഭാഷണമെന്ന് പറയേണ്ടതില്ലല്ലോ. ഇന്നലെയായിരുന്നു നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ലോക ഫോട്ടോഗ്രാഫി ദിനം. അതുതന്നെയും ഫോട്ടോഗ്രാഫിയുടെ പരിണാമത്തിലേക്ക് നയിച്ചതിന് ശേഷം ഫോട്ടോഗ്രാഫി ഒരു തുറന്ന സ്രോതസ്സായി മാറുന്ന ദിനം ആയിട്ടാണ് ആഗസ്റ്റ് 19 രേഖപ്പെടുത്തിയിട്ടുള്ളത്. ലൂയി ദഗേറുടെ ഫോട്ടോഗ്രാഫുകളുടെയും ഫോട്ടോഗ്രാഫ് നിർമ്മാണ പ്രക്രിയയുടെയും അവകാശം ഫ്രഞ്ച് സർക്കാർ വാങ്ങിയ ദിവസമാണത്. നമുക്കറിയാവുന്നതുപോലെ കേരളത്തെ സംബന്ധിച്ച് ആഗസ്റ്റ് 19 വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. നമ്മുടെ നവോത്ഥാന ശില്പി, അല്ലെങ്കിൽ സഖാവ് എന്ന് പറഞ്ഞാൽ മലയാളികളുടെ മനസ്സിൽ വരുന്ന രൂപം ആരുടേതാണോ ആ മനുഷ്യൻ്റെ പി കൃഷ്ണപിള്ളയുടെ ജന്മദിനവും ചരമദിനവും ആഗസ്റ്റ് 19 ഫോട്ടോഗ്രാഫിയുമായി കൂടി അതിനൊരു ബന്ധമുണ്ട് എന്ന് നമുക്ക് തിരിച്ച് ആലോചിക്കാവുന്നതാണ്. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ഫോട്ടോഗ്രാഫുകളിൽ അല്ലെങ്കിൽ ഛായാചിത്രങ്ങളിലൊന്ന് സഖാവ് കൃഷ്ണപിള്ളയുടെ ഫോട്ടോഗ്രാഫാണ്. വിഷ്ണു നമ്പീശൻ, CM വിഷ്ണു നമ്പീശൻ എടുത്ത ആ അരിവാൾ കലയുള്ള ചിത്രം പിന്നീട് ഫോട്ടോഗ്രാഫിയിൽ മാത്രമല്ല ഛായാചിത്രങ്ങളിലും അതീവ പരിചിതമാണ്. അദ്ദേഹം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല ഫോട്ടോഗ്രാഫറായതുകൊണ്ട് NE ബാലറാമിൻ്റെ ഒളിവുകാലവും ഒക്കെ അദ്ദേഹം ചിത്രീകരിച്ചതായിട്ടറിയാം. മറ്റൊരു വിശേഷം കൂടി ഈ വർഷത്തിനുള്ളത്, ലോക ഫോട്ടോഗ്രാഫിയുടെ ചരിത്രത്തിലെ തന്നെ ഒരു ഉത്തുംഗ ഗോപുരം എന്ന് വിശേഷിപ്പിക്കാവുന്ന സെബാസ്റ്റ്യനോ സൽഗാദോ എന്ന ബ്രസീലിയൻ ഫോട്ടോഗ്രാഫർ ഓർമ്മയായിത്തീർന്ന വർഷം കൂടിയാണിത്. അദ്ദേഹത്തിൻ്റെ ഇന്ത്യയിലും പലവട്ടം വരികയും തൊഴിലാളികൾ എന്നുള്ളൊരു സീരീസിൽ ധൻബാദും രാജസ്ഥാനും ബോംബെയും ഒക്കെ അദ്ദേഹം ചിത്രീകരിച്ചിട്ടുണ്ട്. ഈ മുഖവുരയിൽ നിന്ന് ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം എന്ന് വിചാരിക്കുന്നു. ഒരുപക്ഷെ മലയാളത്തോടുള്ള കൂടുതലായുള്ള പ്രതിപത്തി കാരണമായിരിക്കാം സാഹിത്യചരിത്രം ഛായാചിത്രങ്ങളിലൂടെ എന്ന് അക്കാദമി നിശ്ചയിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഛായാചിത്രങ്ങൾക്ക് ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് പറയാമെങ്കിലും ഛായാചിത്രം നമ്മുടെ തൊട്ടുമുകളിലുള്ള മഹാവ്യക്തികളുടെയൊക്കെ പോലെ പോർട്രേച്ചർ അല്ലെങ്കിൽ പോർട്രേറ്റ് നിർമ്മാണ പ്രക്രിയ അല്ലെങ്കിൽ പോർട്രേറ്റ് അതിൽ നിന്നുണ്ടാകുന്ന ഉൽപ്പന്നമെന്നുള്ള രീതിയിൽ ചിത്രകലയ്ക്ക് അല്ലെങ്കിൽ ചിത്രകലയിൽ പ്രചാരം നേടിയ ഒരു വാക്കാണ്. ഫോട്ടോഗ്രാഫിയിൽ അങ്ങനെ ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ലെങ്കിലും ഒരുപക്ഷെ ഫോട്ടോഗ്രാഫ് എന്ന് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും അതിൻ്റെ
കൃത്യമായിട്ടുള്ളൊരു മലയാളം എന്ന് ഞാൻ വളരെ വൈരുദ്ധ്യാത്മകമായിട്ട് സൂചിപ്പിക്കട്ടെ. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഫോട്ടോഗ്രാഫും അതിൻ്റെ ചരിത്രവും കൂടുതൽ മനസ്സിലാക്കുമ്പോൾ ഒരുപക്ഷെ മലയാള സിനിമ സാഹിത്യ രൂപങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതുപോലെ ഫോട്ടോഗ്രാഫി അതേ തലത്തിൽ ആഴത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയമാണ്. അതിൽ തെറ്റുമില്ല, കാരണം അത് രണ്ടും സ്വതന്ത്രമായിട്ടുള്ള അസ്തിത്വമുള്ള രണ്ട് വ്യത്യസ്ത കലാരൂപങ്ങളാണ്. പിന്നീട് സാഹിത്യകാരന്മാരുടെ ഫോട്ടോഗ്രാഫുകൾ, അതുപോലെ സാഹിത്യ സംഭവങ്ങളുടെ ഫോട്ടോഗ്രാഫുകൾ, അവയൊക്കെ ചരിത്രത്തെ സഹായിച്ചു പോന്നിട്ടുള്ളത് അല്ലെങ്കിൽ ചരിത്രത്തെ പ്രചോദിപ്പിച്ച് പോന്നിട്ടുള്ളത് അതിൻ്റെ പിൽക്കാലങ്ങളിലാണ് എന്ന് തോന്നുന്നു. കാരണം അത് ചരിത്രം എന്നുള്ളത് നമ്മളുടെ മനസ്സിൽ പൊതുവായുള്ള സങ്കല്പം ചരിത്രം ഭൂതകാലമാണ് എന്നാണ്. പക്ഷെ ചരിത്രത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ സങ്കല്പത്തിൽ ചരിത്രം വർത്തമാന കാലവുമായിട്ടുള്ള ഒരു നിരന്തര സംവാദമാണ് എന്ന് ഇന്ന് ചരിത്രത്തെക്കുറിച്ചുള്ള പുതിയ ഉൾക്കാഴ്ചകളിൽ നമുക്ക് മനസ്സിലാവുന്നു. അപ്പോൾ ആ രീതിയിൽ ഒന്ന് എഴുത്തുകാരുടെ ഫോട്ടോഗ്രാഫുകൾ, അതുപോലെ സാഹിത്യരചനകളുടെ ഫോട്ടോഗ്രാഫുകൾ, അതിനെക്കുറിച്ച് രണ്ടാമത്തെ ഘട്ടത്തിൽ കുറച്ചും കൂടി വിശദമായിട്ട് സംസാരിക്കണമെന്നുണ്ട്. നമുക്ക് വാസ്തവത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ എന്നെക്കാളും എനിക്കും ഒരു തലമുറ മുമ്പുള്ളവർക്ക് ഓർമ്മ വരുന്നതും ആയിട്ടുള്ളൊരു കാര്യം, ഒരുപക്ഷെ മലയാള സാഹിത്യത്തിൻ്റെ നവോത്ഥാനത്തെ നിർണയിച്ച മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ 60കളുടെ തുടക്കത്തിൽ അതിൻ്റെ ആർക്കൈവിലൂടെ കടന്നു പോകുമ്പോൾ അത്ഭുതകരമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് എൻ വി കൃഷ്ണവാര്യർ ഫോട്ടോ പ്രബന്ധം എന്ന രീതിയിൽ എന്ന ശീർഷകമാണെന്നാണ് എൻ്റെ ഓർമ്മ. എല്ലാറ്റിനും അതാണോ എന്നറിയില്ല. വൈലോപ്പിള്ളിയുടെ മാമ്പഴം ഫോട്ടോഗ്രാഫുകളിലൂടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ആ ഫോട്ടോ എടുത്തത് വയനാട്ടിലെ, ഫോട്ടോഗ്രാഫിയിൽ സഹോദരന്മാർ വളരെ കുറവാണ്, എല്ലാവരും വ്യക്തികളാണ്. പക്ഷേ ഇത് ബേബി തങ്കപ്പൻ സഹോദരന്മാരിൽ തങ്കപ്പൻ എടുത്ത ഫോട്ടോഗ്രാഫുകൾ ഞാനിപ്പോഴും അതിൻ്റെ നടുത്താളിൽ സെൻട്രൽ സ്പ്രെഡിൽ അച്ചടിച്ച് വന്നത് ഓർക്കുന്നു. കൃഷ്ണവാര്യർ സ്വയമേവ ഒരു ഫോട്ടോഗ്രാഫറായതുകൊണ്ട് പ്രൊഫഷണൽ അല്ലാതെ ഫോട്ടോഗ്രാഫിയുടെ താല്പര്യം കൊണ്ട് എന്നുള്ള അർത്ഥത്തിൽ എം ടി വാസുദേവൻ നായരും എം എൻ വിജയൻ മാഷുമൊക്കെ അങ്ങനെ താല്പര്യം കൊണ്ട് ഫോട്ടോഗ്രാഫർമാരാണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു രീതി മലയാളത്തിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കുറച്ചും കൂടി കഴിഞ്ഞിട്ടാകണം നമ്മുടെ ജനപ്രിയ നോവലുകളൊക്കെ അന്ന് അതിലെ രംഗങ്ങൾ ഫോട്ടോഗ്രാഫിലൂടെയാണ് ചിത്രീകരിക്കപ്പെട്ടത്. പിന്നീടാണ് അവ ചിത്രീകരണത്തിന് വഴിമാറുന്നത് എന്നതും വളരെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ചിത്രീകരണത്തിലെ രണ്ട് വലിയ പ്രതിഭകൾ നമ്പൂതിരി മേയസും, അവർക്ക് മുമ്പ് എം ഭാസ്കരൻ, ദേവൻ മാഷ്, അങ്ങനെയൊക്കെയുള്ള ആളുകൾ, പിന്നെ അവരെ തുടർന്ന് വന്നിട്ടുള്ള എണ്ണപ്പെട്ട ചിത്രീകരണ
കലാകാരന്മാർ. അപ്പോൾ അതിൽ ഫോട്ടോഗ്രാഫിക്ക് പിന്നീടൊരു പ്രാധാന്യം കുറഞ്ഞു വന്നതിന് ഇത് കാരണമാണോ എന്നെനിക്കറിയില്ല. എങ്കിൽ തന്നെയും ഫോട്ടോഗ്രാഫിയെ കൃഷ്ണവാര്യരൊക്കെ ആ കാലത്ത് 60കളിൽ കണ്ടതുപോലെ ഗൗരവത്തോടെ കാണാൻ തുടർന്നു വന്ന പത്രാധിപന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നത് സംശയമാണ്. കാരണം പലപ്പോഴും ഫോട്ടോയെ ഒരു പേജിനെ ആകർഷകമാക്കാനോ അല്ലെങ്കിൽ ഒഴിവു സ്ഥലം നികത്താനോ ഉള്ള ഒരു ഉപാധിയായോ അതല്ലെങ്കിൽ വളരെ പ്രഗത്ഭന്മാരായിട്ടുള്ള ഫോട്ടോഗ്രാഫർമാരുടെ പേര് പോലും സൂചിപ്പിക്കാതെ ഫോട്ടോ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന രീതി, അതൊക്കെ വിനയനും ഫോട്ടോ ഇത് അനുഭവിച്ച ആളുകൾക്ക് പറയാൻ കഴിയും. ഏതായാലും ഞാൻ രണ്ടാം ഘട്ടത്തിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവരുടെയൊക്കെ ഫോട്ടോഗ്രാഫുകൾ കാണിക്കാനുള്ള സൗകര്യം കൂടി അക്കാദമിയും സുഹൃത്തുക്കളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതിലേക്ക് വരാം. ആദ്യമായി പ്രശസ്ത ഫോട്ടോഗ്രാഫറും ഫോട്ടോയെക്കുറിച്ചും തൻ്റെ സർഗകർമ്മത്തെക്കുറിച്ചും ധാരാളം എഴുതിയിട്ടുള്ള വ്യക്തിയുമായ KR വിനയൻ. പക്ഷേ വിനയനെ നമുക്ക് കൂടുതൽ ഇപ്പോൾ പുനലൂർ രാജൻ എന്ന് പറയുമ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് ഓർക്കുന്നത് പോലെ, ഇപ്പോൾ ആരോ തമാശ പറയുകയുണ്ടായി, പുനലൂർ രാജൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ രത്നാകരനെയാണ് ഓർക്കുക എന്ന് പറയാറുണ്ട്. അത് പോട്ടെ, തമാശ പറയാൻ. OV വിജയൻ്റെ പിൽക്കാല ചിത്രങ്ങൾ എന്ന് എനിക്ക് തോന്നുന്നു ഗംഭീരമായിട്ട് എടുത്തിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. അതേസമയം സാഹിത്യ മേഖലയിൽ മാത്രമല്ല, MF ഹുസൈൻ തന്നെ നേരിട്ട് വിളിച്ച് എൻ്റെ എക്സിബിഷന് ഫോട്ടോകൾ എടുക്കാമോ എന്ന് അഭ്യർത്ഥിച്ച ഒരു വിശിഷ്ട വ്യക്തി കൂടിയാണ്. എൻ്റെ ദീർഘകാല സുഹൃത്ത് കൂടിയായതുകൊണ്ട് കൂടുതൽ പുകഴ്ത്തുന്നില്ല. അപ്പോൾ വിനയൻ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പറയും ഞാൻ ഉദ്ദേശിക്കുന്നു. വേദിയിലിരിക്കുന്നവർക്കും സദസ്സിലിരിക്കുന്നവർക്കും നമസ്കാരം. ഈ കോളേജ് പഠനകാലത്ത് അല്ല, എനിക്ക് നിൽക്കുന്ന സൗകര്യം. ഞാൻ ശ്രീകൃഷ്ണ കോളേജിലാണ് പഠിച്ചിരുന്നത്, ഗുരുവായൂർ. അന്ന് എൻ്റെ അധ്യാപകനായിരുന്നു ഇംഗ്ലീഷ് പ്രൊഫസറായ KV രാമകൃഷ്ണൻ. അപ്പോൾ KV രാമകൃഷ്ണൻ മാഷയുടെ സൗഹൃദത്തിൻ്റെ പേരിൽ ഒട്ടനവധി എഴുത്തുകാർ ശ്രീകൃഷ്ണ കോളേജിൽ എത്താറുണ്ട്. വൈലോപ്പിള്ളി, P. കുഞ്ഞിരാമൻ നായർ, കക്കാട്, അതുപോലെ വിഷ്ണുനാരായണൻ നമ്പൂരി, അങ്ങനെ ഒട്ടനവധി പേർ. മാഷ് ചില പ്രോഗ്രാമുകൾക്ക് വിളിക്കും. അങ്ങനെ അവരെ അന്ന് നേരിൽ കാണാനും എൻ്റെ ചെറിയ ക്യാമറയിൽ അത് പകർത്താനും സന്ദർഭം കിട്ടിയിരുന്നു. പക്ഷേ പ്രീഡിഗ്രി കാലത്ത് തന്നെയാണ് മലയാള സാഹിത്യത്തിലെ ഒരിക്കലും കാണാൻ സാധിക്കാതിരുന്ന ഗംഭീരപ്പെട്ട ഒട്ടനവധി എഴുത്തുകാരെ പുനലൂർ രാജേട്ടൻ ഗംഭീരമായി പടങ്ങളെടുത്ത് മാതൃഭൂമിയിലും പല സ്ഥലത്തും വന്നത് ഞാൻ ഓർക്കുന്നത്. സാങ്കേതിക വിദ്യ ഇത്രയൊന്നും പുരോഗമിക്കാത്തൊരു കാലത്ത് കണ്ണുകൊണ്ട് വെളിച്ചമളന്ന് ബഷീറിൻ്റെയും SK പൊറ്റക്കാടിൻ്റെയും തകഴിയുടെയൊക്കെ പടങ്ങൾ അതിമനോഹരമായ ബ്ലാക്ക് ആൻഡ് വൈറ്റിലെടുത്തത് പിന്നീട് ഇവരുടെയൊക്കെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, ബഷീറിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ബഷീറിൻ്റെ പുനലൂർ രാജേട്ടൻ്റെ പടങ്ങളാണ് ഓർമ്മ വരാറ്. ഞാനതിനെ വളരെയേറെ ആരാധനയോടെ നോക്കി നിൽക്കുകയും എടുത്തു വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. സാങ്കേതികവിദ്യ ഇത്രയേറെ പുരോഗമിച്ചിട്ടും ഒരു പക്ഷേ രാജേട്ടൻ്റെ ചിത്രങ്ങളെ മറികടക്കാൻ ചിത്രങ്ങൾ കേരളത്തിൽ ഉണ്ടാവാം, പക്ഷേ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. റസാഖ് കോട്ടയ്ക്കൽ വളരെ വ്യത്യസ്തമായ പടങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൽ ഫോട്ടോഗ്രാഫിക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം. വളരെ വൈബ്രൻ്റായിട്ട് ഇരുട്ടും വെളിച്ചവും കലർത്തി അദ്ദേഹം പടങ്ങൾ എടുത്തിട്ടുണ്ട്. എൻ്റെ കോളേജ് കാലം ഞങ്ങൾക്ക് ചാവക്കാട് ഒരു സംഘം ഉണ്ടായിരുന്നു. അതിലേറ്റവും ചെറുപ്പക്കാരൻ ഞാനും എൻ്റെ കൂടെ മുതിർന്ന് പഠിച്ച അതേ കോളേജിലുള്ള 4-5 പേരുണ്ടായിരുന്നു. അവരിൽ നിന്നാണ് ഞാൻ വായനയിലേക്കും ഫോട്ടോഗ്രാഫിയിലേക്കും പതുക്കെ കടന്നു വന്നത്. ഈ KV രാമകൃഷ്ണ മാഷ സൗഹൃദത്തിൽ
എനിക്ക് പരിചയപ്പെടാൻ സാധിച്ച എൻ്റെ ഏറ്റവും അടുത്ത ഒരാൾ കുഞ്ഞുണ്ണി മാഷായിരുന്നു. കുഞ്ഞുണ്ണി മാഷാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ചിത്രങ്ങൾ എടുക്കുമ്പോൾ വ്യത്യസ്തമായി ചിത്രങ്ങൾ എടുത്താൽ ശ്രദ്ധിക്കപ്പെടും. അങ്ങനെ കുഞ്ഞുണ്ണി മാഷെ ഞാൻ മോഡൽ ചെയ്ത് കുറച്ച് ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട്. ഞാൻ ഒന്ന് രണ്ടെണ്ണമായി ഞാൻ കാണിക്കാം. പിന്നെ ചാവക്കാട് സൗഹൃദത്തിൽ ഞങ്ങളുടെ ലീഡറായിരുന്ന KM മോഹൻദാസ് ആയിരുന്നു. അദ്ദേഹമാണ് മാതൃഭൂമിയിലെ വിഷുപ്പതിപ്പിലെ ആർദ്ര എന്ന കഥ എഴുതി ആദ്യത്തെ വിഷുപ്പതിപ്പ് സമ്മാനം മേടിച്ചയാൾ. അദ്ദേഹത്തിന് സൂര്യന് കീഴിലുള്ള ഒരുവിധം കാര്യങ്ങളെ പറ്റിയൊക്കെ അറിയാമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹമാണ് ഗൗരവമായ വായനയും ഫോട്ടോഗ്രാഫിയും ശ്രദ്ധിച്ച ജയൻ എൻ്റെ കൂടെ നിന്ന ഒരാൾ. പക്ഷേ ദുഃഖകരമായൊരു സംഗതി, ഈ പിന്നീട് വരുന്ന വിഷുപ്പതിപ്പിൻ്റെ ഒരു പരസ്യത്തിലും KM മോഹൻദാസിൻ്റെ ചിത്രം വരാറില്ല. ഐമനം ജോൺ, പിന്നെ TP കിഷോർ, NS മാധവേട്ടൻ, ഇവരുടെയൊക്കെ ചിത്രങ്ങൾ പരസ്യത്തിൽ കൊടുക്കും. KM മോഹൻദാസിൻ്റെ ചിത്രം എന്തുകൊണ്ടോ വരാറെന്ന് കണ്ടിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചിത്രം നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ചിത്രങ്ങൾ എടുക്കാൻ കിട്ടിയ അവസരം പലരുടെ കോവിലൻ ഞാൻ ചിത്രങ്ങൾ എടുത്ത് പഠിക്കാൻ ഉപയോഗിച്ച ഒരാളാണ്. എൻ്റെ കോളേജിൻ്റെ അടുത്തായിരുന്നു, വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി എടുക്കാൻ. പിന്നെ ഹൈദരാബാദിൽ ചെന്നപ്പോഴാണ് OV വിജയേട്ടനെ കാണുകയും സാധാരണ നിലയ്ക്ക് ചെറിയ ചെറിയ ചിത്രങ്ങൾ എടുത്തത്. അതിലും എൻ്റെ ഒരു സങ്കടം എനിക്കുള്ളത്, അന്നറിയില്ലായിരുന്നു അത് തസറക്കെ പോലത്തെ ഒരു സ്ഥലത്ത് എക്സിബിറ്റ് ചെയ്യുമെന്ന്. അവിടെ ചെന്ന് കണ്ടപ്പോൾ വലിയ ചിത്രങ്ങൾ കണ്ടപ്പോൾ അല്പം ദുഃഖം തോന്നി. ഒന്നുകൂടെ ശ്രദ്ധിച്ചെടുക്കാമായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്ന്. പക്ഷെ അത് അല്ല എന്ന് പറഞ്ഞത് ഫോണിലൂടെ മാത്രം പരിചയമുള്ള KP നിർമ്മൽകുമാറാണ് എന്നെ വിളിച്ച് പറഞ്ഞത്, ശ്രദ്ധിച്ചെടുക്കുകയായിരുന്നെങ്കിൽ ഈ ചിത്രങ്ങളൊന്നും ഇത്ര നന്നാവുമായിരുന്നില്ല എന്ന്. അപ്പോൾ പിന്നെ അല്പം സമാധാനമായി. ആ ചിത്രങ്ങൾ അങ്ങനെ തന്നെ എടുത്തതാണ് നന്നായതെന്ന്. പിന്നെ MT വാസുദേവൻ നായരുടെ പടങ്ങൾ എടുക്കാൻ സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അത് രത്നാകര മുഖാന്തരം പ്രദർശിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ NN കക്കാടിൻ്റെ പടം അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ മാധവിക്കുട്ടി. ഇതിനിടയിൽ നാലുകെട്ട് പുസ്തകത്തിൻ്റെ 50-ാം വാർഷികത്തിന് ശ്രീരാമൻ നിർബന്ധിച്ചുകൊണ്ട് കേരളത്തിൽ പല സ്ഥലത്തും യാത്ര ചെയ്ത് ഒരു പുസ്തകത്തിൻ്റെ ടൈറ്റിലിന് വേണ്ടി 50 നാലുകെട്ടുകളുടെ ചിത്രമെടുത്ത് സാഹിത്യ അക്കാദമിയുടെ ഹാളിൽ പ്രദർശിപ്പിക്കാൻ എനിക്കൊരു സന്ദർഭവും ഭാഗ്യവുമുണ്ടായി. പ്രത്യേകിച്ച് ശ്രീരാമനോട് ഭാഗ്യം ഞാനിപ്പോൾ നന്ദിയോടുകൂടി ഓർക്കുന്നു. ഒരു എഴുത്തുകാരൻ്റെ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ ഒരു എക്സിബിഷൻ ഉപയോഗിക്കുക എന്നുള്ളത്, അതിലെനിക്കൊരു അനുഭവം കാര്യമായിട്ട് തോന്നുന്നത് ചെറിയൊരു അനുഭവമാണ്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഒരു കവർ സ്റ്റോറി വന്നു ഒരാൾ. അപ്പോൾ കവർ സ്റ്റോറിയിലെ കഥ വായിച്ച് വല്ലാതെ ഇഷ്ടമായപ്പോൾ എഴുത്തുകാരനെ എനിക്കറിയില്ലായിരുന്നു. ഞാൻ എഡിറ്ററെ വിളിച്ച് അയാളുടെ ഫോൺ നമ്പർ മേടിച്ച് ഹൈദരാബാദിൽ നിന്ന് വിളിച്ചപ്പോൾ പതിവ് പോലെ അദ്ദേഹം വളരെ മസിൽ പിടിച്ചാണ് സംസാരിച്ചത്. എന്താ വേണ്ടത്, ആരാ, ഈ കഥ വായിച്ചു, നന്നായി തോന്നി, ആയിക്കോട്ടെ, അത്രയേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ പേര് ചോദിച്ചു, വിനയൻ, ഹൈദരാബാദ് എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ എറണാകുളത്താണ്, എപ്പോഴെങ്കിലും ഇതുവഴി വരുമ്പോൾ കാണാം. ഞാനും മറുപടി പറഞ്ഞു, കാണണമെന്ന് ആഗ്രഹമില്ല, കഥ വായിച്ചത് മതി എന്ന് പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്നെ തിരിച്ചു വിളിച്ചു. 3 ദിവസം മുമ്പേ എന്നെ വിളിച്ച വിനയൻ, അതെ, KR വിനയനാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേ. അയാൾ വളരെ വിഷമത്തോടു ഏട്ടാന്ന് വിളിച്ചിട്ട്, ഇങ്ങനെ എന്നെ ചതിക്കരുതായിരുന്നു, നിങ്ങളെപ്പോലെ ഒരാൾ വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ട്, താങ്കളുടെ പടങ്ങൾ ഞാൻ കുറേ കണ്ടതാണെന്ന് പറഞ്ഞു. എനിക്കും സന്തോഷം തോന്നി. നാലുകെട്ടിൻ്റെ എക്സിബിഷന് വേണ്ടി പടം എടുക്കാൻ കേരളത്തിൽ പല ദിക്കിലും യാത്ര ചെയ്യുമ്പോൾ കാഞ്ഞങ്ങാടിൻ്റെ വളരെ ഇൻറ്റീരിയർ ഒരു സ്ഥലത്തേക്കാണ് ഓട്ടോറിക്ഷക്കാരൻ എന്നെ കൊണ്ടുപോകുന്നത്. എനിക്കറിയില്ല ആ സ്ഥലം. വൈകുന്നേരം ഒരു 5 മണിയായി കാണും. പറങ്കിമാവൻ തോപ്പ് കഴിഞ്ഞ് നടന്ന് ആ വീട്ടിലെത്തി. വീട്ടിൻ്റെ ഉടമസ്ഥനും അദ്ദേഹത്തിൻ്റെ ഭാര്യയോ വീട്ടിലുണ്ട്. ഞാൻ പതുക്കെ കയറി ചെന്ന് പറഞ്ഞു, MTയുടെ നാലുകെട്ടിൻ്റെ പുസ്തകത്തിന് വേണ്ടി പടമെടുക്കാൻ വന്നതാണ്. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ വീട്ടിലെ സ്ത്രീ
അകത്ത് പോയി ഒരു നിലവിളക്ക് കത്തിച്ചു കൊണ്ടൊന്ന് ഉമ്മർത്ത് വെച്ചു. ഞാൻ ചോദിച്ചപ്പോൾ ഒരു അതിഥി വന്നതല്ലേ, അതും ഒരു പുസ്തകത്തിൻ്റെ ആവശ്യത്തിന് പടങ്ങൾ എടുത്തോളൂ. 2-3 പടങ്ങൾ എടുത്തു കഴിഞ്ഞപ്പോൾ ആ അമ്മ പറഞ്ഞു, എൻ്റെ മകനും ഇടയ്ക്കൊക്കെ കഥകൾ എഴുതാറുണ്ട്. അപ്പോൾ ആരാണ് അദ്ദേഹം കഥാകൃത്തിൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ എനിക്ക് അത്ഭുതമായി. ഞാൻ പുറത്തു നിന്ന് അദ്ദേഹത്തിന് എൻ്റെ ഫോണിൽ വിളിച്ചു, ലൗഡ് സ്പീക്കറിൽ വെച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ സുഹൃത്തെ, താങ്കളുടെ കഥ വായിച്ച ഒരാൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്, സംസാരിക്കാമോ? ഇല്ല, ഇപ്പോൾ സമയം ഉണ്ടാവില്ല സംസാരിക്കാൻ, തിരക്കിലാണ്. 1 മിനിറ്റ് സംസാരിച്ചു കൂടെ ചോദിച്ചു. അദ്ദേഹം വിഷമിച്ച് പറഞ്ഞാൽ കൊടുക്കുമെന്ന് പറഞ്ഞു. നിൽക്കുന്ന ആൾ ചോദിച്ചു ഇതാരാണെന്ന്. ഞാൻ പറഞ്ഞു, പേര് പറഞ്ഞു. അച്ഛൻ ഫോൺ മേടിച്ചിട്ട്, എടാ മോനെ, ഇത് നിൻ്റെ അച്ഛനാടാന്ന് പറഞ്ഞു. അതോടുകൂടി അപ്പുറത്ത് നിൽക്കുന്ന ആൾ, എനിക്ക് മനസ്സിലാവുന്നില്ല, അതേ മോനെ, കാഞ്ഞങ്ങാട്ട് വീട്ടിൽ നിന്ന് നിൻ്റെ അച്ഛനാണ്. അയാൾ പെട്ടെന്ന് ദൈവമേ എന്ന് ഫോണിൽ കൂടെ ഒരു നിലവിളി. അച്ഛൻ ഫോൺ കൊടുക്കൂ, നിങ്ങളെന്നെ വീണ്ടും അടിച്ചു വീഴ്ത്തി, ഇത് ഞാൻ മറക്കില്ല. അത് പറഞ്ഞത് സന്തോഷ് എച്ചിക്കാനമായിരുന്നു. എൻ്റെ ഫോട്ടോഗ്രാഫി യാത്രയിൽ എന്നെ ഏറ്റവും, ഒരു സാഹിത്യത്തിൻ്റെ ഒരു യാത്രയിൽ എന്നെ ഏറ്റവും അധികം ആനന്ദിപ്പിക്കുകയും കുസൃതി ചെയ്യാനും സന്ദർഭം കിട്ടിയ ഒരു ഫോട്ടോഷൂട്ടായിരുന്നു അത്. പിന്നെ ഒരു ചെറിയ അനുഭവം കൂടി പറഞ്ഞ് നിർത്താം. അത് മാധവിക്കുട്ടിയായിരുന്നു. ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ എത്തുന്നത്. വാതിൽ മുട്ടി തുറന്ന് കുറേ നേരം ഇവരെൻ്റെ മുഖത്തേക്ക് നോക്കി. 2 ചിത്രങ്ങൾ എടുത്തപ്പോൾ അവരെന്നോട് ചോദിച്ചു, പേര് ചോദിച്ചു. ഹൈദരാബാദാണോ തെലുങ്കനാണോ അല്ല ഗുരുവായൂർക്കാരനാണോ? പെട്ടെന്ന് അവർ എഴുന്നേറ്റു. കണ്ടപ്പോഴേ തോന്നി ശ്രീകൃഷ്ണൻ്റെ ഛായ, ആ ഒടിഞ്ഞ മൂക്ക്, നല്ല സുന്ദരൻ. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്നെ പരിഹസിക്കുകയാണെന്ന്. അല്ല കുട്ടി, ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് വെച്ചിനോട്. അതോടുകൂടി ഞാൻ അവശനായി. അവരെന്നെ വന്ന് കെട്ടിപ്പിടിച്ചു. കൃഷ്ണനെ അമ്പലത്തിൽ പോയി കണ്ട് കുറേ കാലമായി. അതുകൊണ്ട് നേരിൽ വന്ന കൃഷ്ണനെ വളരെയേറെ സന്തോഷം. പിന്നെ ഒരുപാട് ചിത്രങ്ങൾ എടുത്തിട്ടാണ് മടങ്ങിയത്. ഇതും ജീവിതത്തിലെ സാഹിത്യമായിട്ട് ബന്ധമുള്ള എൻ്റെ ഫോട്ടോഗ്രാഫിയുടെ ഒരു അനുഭവമാണ്. ഇത്രയും പിന്നെ എം എ ഹുസൈൻ്റെയൊക്കെ പടങ്ങൾ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടുമാണ് എനിക്ക് കാര്യമായിട്ട് എന്നെ സന്തോഷിപ്പിച്ച 2 കാര്യങ്ങൾ. ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. അതെ, വിനയൻ സംസാരിച്ചത് നിങ്ങൾ കേട്ടിരിക്കും, പക്ഷേ ഇവിടെ അതിൻ്റെ പ്രതിധ്വനി ഉള്ളതുകൊണ്ട് കുറച്ച് പ്രയാസമായിരുന്നു അത് മനസ്സിലാക്കാൻ. അവിടെ പ്രത്യേകിച്ചും വിനയൻ സംസാരിച്ചത് നിന്ന് ഞാൻ ഊഹിക്കുന്നത് മാധവിക്കുട്ടിയും ഒ വി വിജയനും അവരുടെ ഫോട്ടോഗ്രാഫുകൾ എടുത്തതിനെക്കുറിച്ചുള്ള അനുഭവങ്ങളാണ്. എഴുത്തുകാരുടെ ഫോട്ടോഗ്രാഫുകൾ ശ്രീ വിനയൻ തന്നെ പുനലൂർ രാജനെയും റസാഖ് കോട്ടക്കലിനെയും ഓർക്കുകയുണ്ടായി. അത് നമ്മുടെ ഒരു ഫോക്ലോറിൻ്റെ ഭാഗമായതുകൊണ്ട് അതിലേക്ക് കൂടുതൽ വിശദമായി കടക്കേണ്ട എന്ന് വിചാരിക്കുന്നു. എഴുത്തുകാരുടെ ഫോട്ടോഗ്രാഫുകളിൽ ഞങ്ങളൊക്കെ ഇത് കണ്ട് വളരുന്ന മനസ്സിലാക്കുന്ന കാലത്ത് അത്ഭുതപ്പെടുത്തിയത് ലോകോത്തര ഫോട്ടോഗ്രാഫറായിട്ടുള്ള ഹെൻറി കാർത്തിയ ബ്രസനാണ്. ബ്രസൻ എഴുത്തുകാരുടെ മാത്രമല്ല, അന്നത്തെ ചിത്രകാരന്മാരെയും സംഗീതജ്ഞരെയും ഒക്കെ പകർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ആ ഫോട്ടോഗ്രാഫുകളിൽ സ്തബ്ധനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ രീതികളെക്കുറിച്ച് അന്വേഷിക്കുന്നതും അഭിമുഖങ്ങൾ വായിക്കുന്നതും. അദ്ദേഹത്തിൻ്റെ പോർട്രേറ്റ് ടിറ്ററ്റാറ്റ് എന്ന് പറയുന്ന പോർട്രേറ്റുകളുടെ ആൽബം വലിയ വില കൊടുത്ത് വാങ്ങിക്കുന്നതും ഒക്കെ. ഞാൻ പറഞ്ഞു വന്നത്, എഴുത്തുകാരുടെ ഫോട്ടോഗ്രാഫിൽ നിന്നും വിഭിന്നമായി കലാസൃഷ്ടികൾ അല്ലെങ്കിൽ അവരുടെ രചനകളെ
ഫോട്ടോഗ്രാഫിലൂടെ അവതരിപ്പിക്കുക എന്ന ഒരു രീതി ലോകത്തിലെ വലിയ ഫോട്ടോഗ്രാഫർമാർ അവരുടേതായിട്ടുള്ള രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ആധുനിക കാലത്തെ 2 വിശിഷ്ട നോവലുകളുടെ ഫോട്ടോഗ്രാഫി ആവിഷ്കാരമാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. ഒന്ന് മെക്സിക്കൻ എഴുത്തുകാരനായ, കേരളത്തിലും മാർക്കസ് കഴിഞ്ഞാൽ വളരെ പരിചിതനായ ഹുവാൻ റൂൾഫോയുടെ പെഡ്രോ പരാമോയ്ക്ക് ജോസഫീൻ സക്കാബോ നടത്തിയ ദൃശ്യാവിഷ്കരണം. അത് അവരുടേതായിട്ടുള്ളൊരു വ്യാഖ്യാനമാണ്. സർറിയൽ, ഒരുപക്ഷെ നോവലിനെയും നമുക്ക് സർറിയൽ എന്ന് പറയാമല്ലോ. അങ്ങനെ ഒരു അനുഭവമാണ് പെഡ്രോ പരാമോയും പകർന്നു തരുന്നത്. അതിൽ ജോസഫീൻ സക്കാബോ പറയുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, കവിതയിലും അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിനും സമാനമായിട്ടുള്ള ഒരു ഗുണം ലോകത്തെ വാറ്റി ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ ഈ 2 കലാരൂപങ്ങൾക്കും കഴിയും എന്നാണ്. ടെക്സസ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ച റൂൾഫോയുടെ നോവലും സക്കാബോയുടെ ഫോട്ടോയും വെച്ചിട്ടുള്ള ഒരു കമനീയമായിട്ടുള്ള പുസ്തകം സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്, മറിച്ച് നോക്കിയിട്ടുണ്ട്. അതുപോലെ എഴുത്തുകാരുടെ ലോകം ആവിഷ്കരിക്കുന്ന, അല്ലെങ്കിൽ പാരീസിനെ പശ്ചാത്തലമാക്കിയിട്ട് കോർത്താസാർ എഴുതിയ ഹോപ്പ് സ്കോച്ച് എന്ന നോവലിനെ ആ നഗര വർണ്ണനകളുടെ പശ്ചാത്തലത്തിൽ യൂഗോ പാസറല്ലോ എന്നുള്ളൊരു വളരെ പ്രഗത്ഭനായിട്ടുള്ളൊരു ഫോട്ടോഗ്രാഫർ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇത്രയും മുഖവുരയായിട്ട് പറയാൻ കാരണം, ലിറ്ററേച്ചർ ഫോട്ടോഗ്രാഫർ എന്ന് സ്വയം വിളിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു ഫോട്ടോഗ്രാഫറാണ്, ഒരു പ്രതിഭാശാലിയാണ് മനോജ് വൈക്കം. അദ്ദേഹം മലയാളത്തിലെ വിശിഷ്ടമായിട്ടുള്ള നോവൽ രചനകളെ, നാലുകെട്ട്, ഖസാക്കിൻ്റെ ഇതിഹാസം, മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ, അതുപോലെ സി രാധാകൃഷ്ണൻ്റെ തീക്കടൽ കടഞ്ഞ് തിരുമധുരം, സമീപകാലത്തായി മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലൂടെ നാം കാണുകയും ഇന്ന് ആ എക്സിബിഷൻ കാണാനും എനിക്ക് ഭാഗ്യമുണ്ടായി. മനോജിനെ ഇത്തരമൊരു സവിശേഷമായിട്ടുള്ളൊരു രീതി തിരഞ്ഞെടുക്കാൻ പ്രചോദിപ്പിച്ചതെന്താണ്? സ്വാഭാവികമായിട്ടും ഏത് അഭിമുഖകാരനും ചോദിക്കുന്നത് പോലെ അതിൽ നേരിട്ട വെല്ലുവിളികൾ എന്തായിരുന്നു സൗന്ദര്യാത്മകമായിട്ടുള്ള സമീപനം എന്നീ കാര്യങ്ങൾ പൊതുവായി ചോദിക്കാം എന്ന് വിചാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വലിയ സന്തോഷം ശ്രീ മാങ്ങാട് രത്നാകരൻ സാർ എന്നെ സാഹിത്യ ഫോട്ടോഗ്രാഫർ എന്ന് വിശേഷിപ്പിച്ചതിന്. തീർച്ചയായിട്ടും അതിൽ ഞാൻ അഭിമാനിക്കുന്നു. കാരണം വിനയൻ സാറൊക്കെ പറഞ്ഞതുപോലെ നമ്മൾക്ക് കണ്ടും കേട്ടുമൊക്കെ പരിചയമുള്ള സ്ഥിരം ഫോട്ടോഗ്രാഫി പാറ്റേണുകളിൽ നിന്ന് മാറിയിട്ട് സാഹിത്യ അധിഷ്ഠിതമായ, അല്ലെങ്കിൽ സാഹിത്യത്തിൽ നിന്ന് വേർതിരിച്ച് സാഹിത്യം അതിൻ്റെ അന്തർലീനമായിരിക്കുന്ന ഒരു സാഹിത്യ കലാസൃഷ്ടി എന്ന നിലയിലാണ് ഞാൻ എൻ്റെ ഫോട്ടോഗ്രാഫിയെ കാണുന്നത്. ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ ഫോട്ടോഗ്രാഫിക്ക് ആ ഫോട്ടോകൾക്ക് മാത്രമായി സ്വത്വമില്ല. ഞാൻ ചെയ്യുന്ന വർക്കുകൾക്ക് ഒരു ഫോട്ടോ ടെക്സ്റ്റ് എന്ന കൺസെപ്റ്റിലാണ് ഞാനതിനെ അവതരിപ്പിക്കുന്നത്. അതായത് ആ ഫോട്ടോയും നോവൽ വരികളാകുന്ന അടിക്കുറിപ്പുകളും ചേരുമ്പോഴാണ് ഒരു മൂന്നാമതൊരു തലം, ഇത് രണ്ടും കൂടെ ഉൾപ്പെടുത്തി, അല്ലെങ്കിൽ രണ്ടും കൂടെ അലിഞ്ഞു ചേർന്നൊരു ഫോട്ടോഗ്രാഫിയിലെ ഒരു അനുഭവ തലം രൂപപ്പെടുന്നത്. അത്തരത്തിൽ ഞാനതിനെ ഫോട്ടോ ടെക്സ്റ്റും എന്നും കൂടെ ഞാനതിനെ വിശേഷിപ്പിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, സാഹിത്യത്തിൽ നിന്ന് മാറിയല്ല, സാഹിത്യവും കൂടെ ഉൾപ്പെടുത്തിയാണ് എൻ്റെ ചിത്രങ്ങളെ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നതെന്ന്. ഒന്നുകൂടെ പറയുന്നു, എൻ്റെ ചിത്രങ്ങൾക്ക് മാത്രമായിട്ട് ജീവനില്ല. ഈ വരികളും ചേരുമ്പോഴത്തേക്കാണ് അതിൽ ജീവൻ വരുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് വന്നത് എന്ന് പറഞ്ഞാൽ, എൻ്റെ 8ാം ക്ലാസ് മുതൽ തന്നെ മലയാളം വായന എനിക്ക്
ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ നാട്ടിൻപുറത്തെ ഒരു ചെറിയ കച്ചവടക്കാരനായിരുന്നു. അപ്പോൾ തൊട്ടടുത്ത മുറിയിലുണ്ടായിരുന്ന ഒരു ഗ്രാമീണ വായനശാല, ഒരു ക്ലബ്ബ് നടത്തിയിരുന്ന വായനശാല, അത് എൻ്റെ അച്ഛനാണ് നോക്കി നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവധി ദിവസങ്ങളിലൊക്കെ ഈ ആളുകൾ എടുത്തുകൊണ്ട് പോകുന്ന പുസ്തകങ്ങൾ ഞായറാഴ്ചകളിലൊക്കെ വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് തരുമായിരുന്നു. അപ്പോൾ മറ്റു വഴികളില്ലായിരുന്ന ആ ചെറുപ്പകാലത്ത് സ്വാഭാവികമായിട്ടും ഈ പുസ്തകങ്ങൾ എനിക്ക് വായിക്കാൻ കഴിഞ്ഞു. നമ്മുടെ പ്രസിദ്ധീകരണങ്ങളുടെയൊക്കെ ആവിർഭാവവും വികാസവും ഒക്കെ മലയാള ഭാഷയെ അല്ലെങ്കിൽ വായനയുടെ ലോകം വലുതാകാൻ പ്രയോജനപ്പെട്ടു എന്ന് പറയുന്നത് പോലെ ആ കാലത്ത് ഇത്തരം കൃതികൾ എനിക്ക് വായിക്കാൻ കഴിഞ്ഞതാണ് എൻ്റെ ഈ പാതയിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ് എന്നാണ് ഞാൻ കരുതുന്നത്. ഇന്നും എന്നെ മുന്നോട്ട് നയിക്കുന്നത് അന്ന് കിട്ടിയിട്ടുള്ള ആ വായനയിൽ നിന്നുള്ള പിൻബലം തന്നെയാണ്. ഇനി ഒരു കാര്യം കൂടെ തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു 7ാം ക്ലാസ് അല്ലെങ്കിൽ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരാൾക്ക്, ഒരു ആൺകുട്ടിക്ക് സ്വാഭാവികമായും ഈ ഖസാക്കിൻ്റെ ഇതിഹാസം, മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ, സ്മാരകശിലകൾ, ഇത്തരം നോവലുകളിൽ ഒരു കൗമാരക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആകാംക്ഷയുള്ള ഒരു വിഷയമായിരിക്കും ലൈംഗികതയുമായി ബന്ധപ്പെട്ടത്. ഇത്തരം അംശങ്ങൾ ആ രചനകളിലുള്ളത് ആ ബാല്യകാലത്തെ അല്ലെങ്കിൽ ആ യൗവനകാലത്തെ അന്വേഷണാത്മകം എന്ന് പറയാവുന്ന തരത്തിൽ ഇത്തരം കണ്ടൻറ്റുകളിലേക്ക് കൂടുതൽ കണ്ടൻറ്റുകൾ കിട്ടാൻ വേണ്ടിയായിരിക്കാം ഞാനന്ന് വായിച്ചതെന്ന് ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതെനിക്കൊരു കുറവായിട്ട് ഞാൻ കാണുന്നില്ല. അതുതന്നെ ആയിരിക്കാം എന്നെ ആകർഷിച്ചത്. പക്ഷേ അതൊന്നും ആയിരുന്നില്ല ഈ എഴുത്തുകാർ എഴുതി വെച്ചിട്ടുള്ളത്. അതിനൊക്കെ അപ്പുറത്ത് വിവിധ തലങ്ങളിലേക്ക് നമ്മൾ അറിയാനുണ്ട്. നമ്മൾ വായിച്ചതൊന്നും ആയിരുന്നില്ല എന്നുള്ളതാണ് പിന്നീടുള്ള പുനർവായനകളിൽ ഈ കൃതികളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത്തരത്തിൽ ഉള്ളിൽ പതിഞ്ഞ ഒരു കൃതിയായിരുന്നു OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം. ഈ ഖസാക്കിൻ്റെ ഇതിഹാസം വളരെ പലതവണ വായിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇത്തരം കണ്ടൻറ്റുകൾ അതിലുള്ളതുകൊണ്ട്, അതുകൊണ്ടായിരിക്കും പുനർവായനയ്ക്ക് എന്നെ പ്രേരിപ്പിച്ചത്. ഈ വൈക്കം ആണ് എൻ്റെ സ്ഥലം. അവിടുന്ന് ബാല്യകാലത്ത് പഴനിയിൽ പോകുന്ന പതിവുണ്ടായിരുന്നു. അപ്പോൾ ബസ്സിൽ പാലക്കാടൂടെ പാസ് ചെയ്യുമ്പോഴത്തേക്ക് കടന്നു പോകുമ്പോൾ ഞാൻ കാണുന്നത് അങ്ങ് ദൂരെ അസ്തമയം. ആ അസ്തമയം കാണുമ്പോൾ കരിമ്പനകൾക്കപ്പുറത്തെ കടുത്ത അസ്തമയം. ഞാൻ കാണുന്നത് ഖസാക്കിലെ അസ്തമയമാണ്. സായാഹ്ന യാത്രകളുടെ വിട തരിക, മന്ദാരത്തിൻ്റെ ഇലകൾ ചേർത്ത് തുന്നിയ പുനർജനിയുടെ കൂട് വിട്ട് പറന്നകലുകയാണ്. ഇനി കുറേ കഴിയുമ്പോഴത്തേക്ക് രാത്രിയാകുമ്പോഴത്തേക്ക് കരിമ്പനകൾക്ക് മുകളിലെ രാത്രി, കരിമ്പനകൾക്ക് മുകളിലെ കറുത്ത രാത്രി, അങ്ങിങ്ങായി നക്ഷത്രങ്ങൾ എന്ന് തുടങ്ങി OV വിജയൻ നമ്മളെ അക്ഷരങ്ങളിലൂടെ കാണിച്ചു തന്ന ഖസാക്കിൻ്റെ ചിത്രങ്ങൾ എനിക്ക് എൻ്റെ ഈ പ്രായത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്, പാലക്കാട് വഴി പാസ് ചെയ്യുമ്പോഴത്തേക്ക്. പിന്നീട് ഞാൻ ചിത്രകലയാണ് പഠിച്ചത്. ചിത്രകല കഴിഞ്ഞു തൊഴിൽ സംബന്ധിയായിട്ട് ഫോട്ടോഗ്രാഫിയിൽ വന്നുപെട്ടു. ഫോട്ടോഗ്രാഫറായി സ്വന്തമായി ക്യാമറ വാങ്ങി. ആ ക്യാമറയും പിന്നീടൊരു പഴയൊരു ഓംനി വാൻ ഒരു 25-27 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി വാങ്ങി. എൻ്റെ ആദ്യത്തെ ദൂരയാത്ര എന്നുള്ളത് എൻ്റെ 3 കൂട്ടുകാരുമായി ചേർന്ന് തസ്രാക്കിലേക്കായിരുന്നു. അന്ന് ഫിലിം ക്യാമറയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അന്ന് ഖസാക്കിലെ ഒരുപാട് ചിത്രങ്ങൾ എനിക്ക് എടുക്കാൻ കഴിഞ്ഞു. തീർച്ചയായും OV വിജയൻ നമ്മെ അക്ഷരങ്ങളിലൂടെ കാണിച്ചു തന്ന യഥാർത്ഥ ഖസാക്ക് അന്ന് അവിടെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് തൊഴിലിലേക്ക് കൂടുതൽ ശ്രദ്ധിച്ചു. ആ നെഗറ്റീവ് ഫിലിമിലായിരുന്നല്ലോ അന്നെല്ലാം എടുത്തിരുന്നത്. അതൊന്നും കാലത്തിൻ്റെ മാറ്റത്തെ അതിജീവിക്കാൻ കഴിഞ്ഞില്ല, അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. പിന്നീട് ഒരു 15 വർഷങ്ങൾക്ക് ശേഷമാണ് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി, ഡിജിറ്റൽ ക്യാമറയൊക്കെ കരഗതമായി കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നീട് ഇതിൻ്റെ ഉദ്യമത്തിലേക്ക് ഇറങ്ങിയത്. ഖസാക്കിൻ്റെ വരികൾ തസ്രാക്കിൽ നിന്ന് കണ്ടെത്താനുള്ള ശ്രമമായിരുന്നു. ഇപ്പോൾ ഒരു ഫോട്ടോഗ്രാഫിയിൽ സ്വാഭാവികമായിട്ടൊരു ഫോട്ടോ എടുത്തതിന് ശേഷം അടിക്കുറിപ്പുകളെ തയ്യാറാക്കുമ്പോൾ എൻ്റെ ഫോട്ടോഗ്രാഫിയിൽ ഞാൻ കാണുന്നതിനെ തിരിച്ചാണ്. ഈ ഫോട്ടോഗ്രാഫിക്ക് വിധേയമാക്കേണ്ട അടിക്കുറിപ്പുകൾ, അതായത് എഴുത്തുകാരൻ എഴുതി നമ്മളെ വല്ലാണ്ട് ഭ്രമിപ്പിച്ച ആ വരികളെ തേടിയാണ് ഞാൻ ഈ തസ്രാക്കിലേക്ക് ആദ്യമായി യാത്ര ചെയ്തിട്ടുള്ളത്. ഈ അകലെ അസ്തമയവും കറുത്ത രാത്രിയും കരിമനപ്പട്ടകളിൽ കാറ്റ് വീശുന്നതും അള്ളാപ്പിച്ചാമല്ലാക്ക നടന്ന വഴികളും രാജാവിൻ്റെ പള്ളിയും അറബിക്കുളവും കുഞ്ഞാമിനയുടെ അവിടുത്തെ തേർവാഴ്ച എന്ന് പറയാവുന്ന തരത്തിലുള്ള കാര്യങ്ങളും അപ്പുക്കിളിയും ഒക്കെ എനിക്ക് പ്രകൃതിയിലെ അവരുടെ അടയാളങ്ങളിൽ നിന്ന് കണ്ടെത്താനുള്ള ശ്രമമായിരുന്നു. അത് ഏറെക്കുറെ വിജയിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെയാണ് കർമ്മ പരമ്പരയിലെ കണ്ണികൾ എന്ന ഖസാക്കിൻ്റെ ഇതിഹാസം നോവൽ അടിസ്ഥാനമാക്കിയ ഫോട്ടോഗ്രാഫി പരമ്പര എനിക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. അത് ഇന്ന് തസ്രാക്കിൽ വിനയ് സാറിൻ്റെ OV വിജയൻ പടങ്ങൾ അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് പോലെ എൻ്റെ ഖസാക്ക് ചിത്രങ്ങളും അവിടെ സ്ഥിരം ഗാലറിയാക്കി സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നീട് ഞാൻ തുനിഞ്ഞത് സ്വാഭാവികമായിട്ടും അന്നൊക്കെ ഖസാക്ക് മയ്യഴി എന്നൊരു ഒരു സ്റ്റെപ്പുണ്ടല്ലോ, ആ സ്റ്റെപ്പ് പിന്തുടർന്ന് മയ്യഴിയിലേക്ക് നോക്കി.
മാഹിയിൽ എം മുകുന്ദൻ ജനിച്ച് ജീവിച്ച ആ പ്രദേശത്ത് നിന്ന് അദ്ദേഹം കണ്ടതും കേട്ടതും അനുഭവിച്ചതുമൊക്കെ മയ്യഴിയിലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അച്ചുതണ്ടിൽ കോർത്തെടുത്ത ആ നോവലിനെ വേർതിരിച്ചെടുക്കുകയാണ് ചെയ്തത്. തസ്രാക്കിലെ പോലെ തന്നെ മാഹിയിലെ പ്രകൃതിയിലും അവിടുത്തെ സാമൂഹ്യ ജീവിതത്തിലും ഐതിഹ്യങ്ങളിലും മിത്തുകളിലും ആചാരങ്ങളിലും ഒക്കെ നിന്ന് അതിലെല്ലാം നിന്നുകൊണ്ട് തന്നെ ഈ മയ്യഴി നോവലിലെ ദൃശ്യബിംബങ്ങളെ തേടിയെടുക്കാൻ ശ്രമിച്ചു. അത് മയ്യഴിയിലൂടെ എന്ന അടുത്തൊരു ഫോട്ടോഗ്രാഫി പരമ്പരയ്ക്ക് രൂപം കൊണ്ടു. അടുത്തത് എം ഡിയുടെ നാലുകെട്ടിലേക്കായിരുന്നു. നമുക്കറിയാം എം ഡി പലതവണ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കണ്ടതും കേട്ടതും അനുഭവിച്ചതും ഒക്കെ തന്നെയാണ് ഞാൻ എഴുതിയിട്ടുള്ളതെന്ന്. ഒന്നുകൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്, ഞാൻ എഴുതിയതെല്ലാം ചേർത്ത് വെച്ചാൽ എൻ്റെ ആത്മകഥയായി എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാലുകെട്ടിലൂടെ നോക്കുമ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹം കണ്ടത് കൂടല്ലൂരിൽ നിന്നും, എന്തൊക്കെയാണ് അദ്ദേഹം അനുഭവിച്ചത്, അദ്ദേഹം നോവലിലേക്ക് കടമെടുത്തത് അല്ലെ പകർത്തിയത് എന്തൊക്കെയാണ് എന്നുള്ള ഒരു 2.5 വർഷത്തെ കാലത്തെ അന്വേഷണമായിരുന്നു നാലുകെട്ടിലൂടെ നാലുകെട്ടും നിളയും എന്ന ഫോട്ടോഗ്രാഫി പരമ്പര രൂപം കൊണ്ടത്. അതിലെടുത്ത് പറയാനുള്ളത് നിളയിലെ ഭാവവ്യത്യാസങ്ങളാണ്. എൻ്റെ ചിത്രപരമ്പര കണ്ടിട്ടുള്ളവർക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തുകൊണ്ട് 2.5 വർഷം കുറച്ച് ചിത്രങ്ങൾ എടുക്കാൻ വേണ്ടി വന്നു എന്ന് നിങ്ങൾ ആലോചിക്കാം. അപ്പോൾ നിളാ നദിയെ നോവലിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ എം ഡി വളരെ വിദഗ്ധമായി ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഒരു നിളയുടെ മടിത്തട്ടിലാണ് നാലുകെട്ട് നോവൽ നീങ്ങുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിളയിലെ വെള്ളപ്പൊക്കം, നിളയിലെ വരൾച്ച, നിളയിലെ മഞ്ഞുകാലം, അങ്ങനെ പ്രകൃതിയിലെ മാറ്റങ്ങളെല്ലാം നിളാ നദിയിൽ നിന്ന് നോവലിലേക്ക് അങ്ങനെ തന്നെ പകർത്തി വെച്ചിട്ടുണ്ട്. ഓരോ കഥാപാത്രങ്ങളുടെയും പിൻബലം അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ടീവ് ആകുന്ന എലിമെൻറ്റുകളായിട്ട് ഈ നിളയിലെ ഭാവവ്യത്യാസങ്ങളെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ തേടിയാണ് പിന്നെ അവിടുത്തെ ഉത്സവങ്ങൾ, അത് അറിയാലോ, വർഷത്തിലൊരിക്കലായിരിക്കും വരിക. അത്തരം ആചാരങ്ങൾ, ഈ പാമ്പിൻ തുള്ളൽ പോലുള്ള ചടങ്ങുകൾ, അത് കഥാപാത്രങ്ങൾക്ക് മാച്ചാവുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങളും ആ സംഭവങ്ങളും വരുമ്പോഴത്തേക്ക് അതേ ദിവസം തന്നെ നോക്കി നിന്ന് ആ സമയത്ത് ചെന്ന് ഷൂട്ട് ചെയ്തിട്ടാണ് ഈ വരികളെ നമ്മൾ അവിടുന്ന് ഫോട്ടോഗ്രാഫി ചെയ്തിട്ടുള്ളത്. അത്തരത്തിലാണ് ബാക്കി ഇപ്പോൾ അവസാനം ചെയ്തത് എം ഡിയുടെ മഞ്ഞാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഉത്തരാഖണ്ഡിലെ നൈനിറ്റാളാണ് മഞ്ഞിൻ്റെ പശ്ചാത്തല ഭൂമിക. മഞ്ഞ് 60-65 വർഷങ്ങൾക്ക് മുമ്പ് എം ഡിയുടെ അവിടുത്തെ ഒരു സന്ദർശനത്തിൽ നിന്നായിരിക്കാം അദ്ദേഹം ആ നോവലിനെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. എം ഡിയുടെ വാക്കുകൾ പിന്തുടർന്ന് ഈ 60-65 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആ നോവൽ വരികളുമായി നൈനിറ്റാളിലെത്തുകയാണ്. നൈനിറ്റാളിൽ എനിക്ക് തീർച്ചയായും കണ്ടെത്താൻ കഴിഞ്ഞു എം ഡി എഴുതിയ എലിമെൻറ്റുകൾ, എം ഡി എന്തൊക്കെയാണ് നൈനിറ്റാളിൽ നിന്ന് മഞ്ഞെന്ന ആറ്റിക്കുറിക്കിയ കവിതയിലേക്ക് പകർത്തിയത് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞു. അത്തരത്തിൽ രൂപപ്പെട്ടതാണ് ഈ ഫോട്ടോഗ്രാഫി പരമ്പര. അതിൽ എം ഡിയുടെ നാലുകെട്ടും മഞ്ഞും ആണ് ഞാനിപ്പോൾ ഇവിടെ സാറ് പറഞ്ഞതുപോലെ എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളിൽ പലരും കണ്ടു കഴിഞ്ഞതാണ്, ഇനി ബാക്കി കാണാത്തവർ വന്ന് കാണണം. അപ്പോൾ അത്തരത്തിൽ നോവലുകളുടെ പിന്നാമ്പുറങ്ങൾ തേടി എങ്ങനെയാണ് ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവ പരിസരങ്ങളിൽ നിന്ന് ഒരു നോവലിനെ രൂപപ്പെടുത്തിയത് എന്നുള്ള അന്വേഷണമാണ് എൻ്റെ ചിത്രപരമ്പരകൾ. ഇത്രയും പറഞ്ഞ് ഇപ്പോൾ ഇത് അവസാനിപ്പിക്കുന്നു. ഇവിടെ ഉണ്ടാകേണ്ടിയിരുന്ന ഒരു ഫോട്ടോഗ്രാഫർ എൻ്റെ സുഹൃത്തു കൂടി ആയിട്ടുള്ള ബി ജയചന്ദ്രനാണ്. ഞാനത് പ്രത്യേകിച്ച് പറയാൻ കാരണം അദ്ദേഹത്തിന് വരാൻ കഴിയാത്ത സാഹചര്യം പറഞ്ഞുകൊണ്ട് ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ 2 ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് നിന്ന് കാണുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സാഹിത്യ ചരിത്രം നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രാധാന്യം ഇന്ത്യയിലെ 23 എഴുത്തുകാരെ, സംസ്കൃതം ഉൾപ്പെടെയുള്ള ഭാഷകളിലെ എഴുത്തുകാരെ, ആ വ്യക്തികളെ മാത്രമല്ല അവരുടെ ജീവിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ ആ സ്ഥലങ്ങളെ, തെരുവുകളെ ഒക്കെ മഹേശ്വരാദേവി അല്ലെങ്കിൽ ഇന്ദിരാ ഗോസ്വാമി, UR അനന്തമൂർത്തി, സംസ്കൃതത്തിൽ നിന്ന് KP നാരായണ പിഷാരടി, വാസന്തി തമിഴിൽ നിന്ന്, സുന്ദര രാമസ്വാമി, ഇങ്ങനെ ഇന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള നിർമ്മൽ വർമ്മ ഹിന്ദിയിൽ നിന്ന്, അങ്ങനെ ചിത്രീകരിച്ച ആ ഫോട്ടോഗ്രാഫുകളൊക്കെ അദ്ദേഹം കാണിച്ചു തരികയുണ്ടായി. ഇവിടെ ഇതൊരു ചർച്ച എന്നുള്ള രീതിയിലല്ലാതെ ഇത് പ്രദർശിപ്പിക്കാൻ കൂടി സൗകര്യമുണ്ടാകുമായിരുന്നു എന്നറിഞ്ഞിരുന്നെങ്കിൽ ആ ഫോട്ടോഗ്രാഫുകൾ എനിക്ക് കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു. ഏതായാലും അദ്ദേഹം ഒരു വിപുലമായിട്ടുള്ള ഒരു ഫോട്ടോ പ്രദർശനത്തിന്
അഖില കേരള തലത്തിൽ തന്നെ ആലോചിക്കുന്നത് കൊണ്ട് അത് കാണാൻ സാധ്യമാകും എന്ന് കരുതുന്നു. അതൊന്ന് രേഖപ്പെടുത്താൻ വേണ്ടിയാണ് അക്കാര്യം ഞാൻ പറഞ്ഞത്. അടുത്തതായിട്ട് നമ്മുടെ സമീപകാല സാഹിത്യ ഉത്സവ ചരിത്രത്തിന് അല്ലെങ്കിൽ സാഹിത്യോത്സവ ചരിത്രം സതിയുടെ കണ്ണുകളിലൂടെയാണ് ഒഴുകിപ്പോയത്. സതി ഒരു കോഴിക്കോട്ട് കുറേയധികം കാലം ജോലി ചെയ്ത ഒരാളെന്ന നിലയിൽ സതിയുടെ സാന്നിധ്യം മിക്കവാറും എല്ലാ സാംസ്കാരിക സാഹിത്യ പരിപാടികളിലും അനുഭവിച്ചിരുന്നു. പലപ്പോഴും അത്ഭുതകരമായിട്ട് സതി എടുത്ത ഫോട്ടോഗ്രാഫുകൾ വാട്സാപ്പിലോ ഇമെയിലിലോ അയച്ചു തരാറുമുണ്ട്. അപ്പോഴാണ് ഇങ്ങനെ ഒരു മുഹൂർത്തത്തിൽ ഞാനും ഉണ്ടായിരുന്നല്ലോ എന്ന് ഓർമ്മ വരിക. അത്ഭുതകരമായിട്ടുള്ള ഒരു അനുഭവമാണ് അത്. സതി സാഹിത്യ സംഭവങ്ങളുടെ, സാഹിത്യകാരന്മാരുടെ, സാഹിത്യകാരികളുടെ ഒക്കെ ഉറ്റ സുഹൃത്തു കൂടിയാണ്. അവരുടെ ഇത് നമ്മളിപ്പോൾ ഒരു ചരിത്രം എന്നുള്ള രീതിയിലുപരി ഒരു ക്രോണിക്കിൾ എന്നുള്ള രീതിയിലാണ് സതിയുടെ ഫോട്ടോഗ്രാഫുകളെ പൊതുവായി കാണേണ്ടതെന്ന് തോന്നുന്നു. അവയുടെ ചരിത്രമൂല്യത്തെ കുറച്ചുകൊണ്ട് പറയുകയല്ല, മറിച്ച് ഒരു മുഹൂർത്തങ്ങളുടെ സാക്ഷാത്കാരം എന്നുള്ള അർത്ഥത്തിലാണ് അവരുടെ രചനകളെ ഞാൻ കാണുന്നത്. സതി തന്നെയും അവരുടെ അനുഭവങ്ങളെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സാഹിത്യോത്സവങ്ങൾ നടക്കാറുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫോട്ടോഗ്രാഫർമാർക്കൊരു വേദി കിട്ടുന്നത്. അതിന് സാഹിത്യ അക്കാദമിയും അതിൻ്റെ പ്രവർത്തകരെയും ഞാൻ നന്ദി പറയുന്നു. എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഞാൻ വളരെ വൈകി ഈ ഫീൽഡിലേക്ക് വന്ന ഒരാളാണ്. ഫോട്ടോഗ്രാഫി എനിക്ക് ചെറുപ്പം മുതലേ താല്പര്യമുണ്ട്. പക്ഷെ ക്യാമറ വാങ്ങാനുള്ള സാമ്പത്തികമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു കൊച്ചു ക്യാമറയും കൊണ്ട് ഒരുപാട് കാലം പൂക്കളെയും പക്ഷികളെയൊക്കെ എടുത്തുകൊണ്ട് നടന്ന ഒരാളാണ്. പിന്നീട് കോഴിക്കോട് വന്നപ്പോഴാണ് അവിടെ സ്ഥിരമായി സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കാൻ തുടങ്ങിയത്. അന്നേരം എനിക്ക് തോന്നി ഇതെന്തുകൊണ്ട് ഡോക്യുമെൻ്റ് ചെയ്ത് വെച്ചുകൂടാ എന്ന്. അന്നൊരു കൊച്ചു ക്യാമറയാണ് ഉണ്ടായിരുന്നത്. അതിൽ ഞാൻ പടങ്ങളെടുക്കുമായിരുന്നു. അപ്പോഴും എനിക്ക് സ്റ്റേജിൽ കയറിയോ അല്ലെങ്കിൽ അവിടെ വരുന്ന സാഹിത്യകാരന്മാരുടെ പടം എടുക്കാൻ എനിക്കൊരു പേടിയായിരുന്നു. ഞാനൊരു പത്ര ഫോട്ടോഗ്രാഫറല്ല, ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറല്ല. അപ്പോൾ എങ്ങനെ അവർ പടം എടുത്താൽ എന്ത് പറയും എന്നുള്ളൊരു ധൈര്യക്കുറവുണ്ടായിരുന്നു. ദേശാഭിമാനിയിലെ ഫോട്ടോഗ്രാഫറായിരുന്ന KS പ്രവീൺ കുമാർ, അവനിപ്പോൾ ഇല്ല. അവനാണ് എനിക്ക് ധൈര്യം തന്നത്. ധൈര്യമായിട്ട് കയറിയെടുത്തോ, ഒരു പ്രശ്നമില്ല എന്ന്. ഒരു പടം എടുത്തപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു നന്നായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ പടമൊന്നും നന്നാവില്ല, ദാസനും വിജയനും കേസ് കളിച്ച പോലെ അങ്ങ് ആയിപ്പോയതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും അല്ല, നല്ല പടമാണ്, ചേച്ചി എടുക്ക് എന്ന് പറഞ്ഞു. അവൻ്റെ ഒരു പ്രചോദനത്തിലാണ് ഞാൻ പിന്നെ എടുക്കാൻ തുടങ്ങിയത്. ഈ പടങ്ങൾ എടുക്കുമ്പോൾ എനിക്ക് പിന്നെ തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്നത് കലാകാരന്മാരും സാഹിത്യകാരന്മാരും എന്നുള്ള തോന്നലുണ്ട്. അപ്പോൾ ഇവരെ അടയാളപ്പെടുത്തി വെക്കേണ്ടത് ഒരു അനിവാര്യതയാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സാഹിത്യകാരന്മാരുടെ പടങ്ങൾ എടുക്കാൻ ഇത്രയും താല്പര്യത്തോടു കൂടി പോകുന്നത്. പിന്നെ അതൊരു ആവശ്യമാണെന്നും അത് ചെയ്യാതിരുന്ന എന്തോ ഒരു പ്രശ്നമാണെന്നൊക്കെ തോന്നി തുടങ്ങി എനിക്ക്. ഇപ്പം പറ്റില്ലെങ്കിലും അങ്ങ് പോവുകയാണ് ഞാൻ. പിന്നെ അത് മാത്രമല്ല, സാധാരണക്കാരും ഒരു ഫങ്ഷൻ നടക്കുമ്പം അവിടെ ആദ്യം സ്വാഗതം പറയുന്ന ആൾ മുതൽ നന്ദി പറയുന്ന ആൾ വരെ പടം ഞാൻ ചിലപ്പോഴൊക്കെ എടുക്കാറുണ്ട്. ആദ്യമൊക്കെ എടുക്കാറുണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എപ്പോഴും അവിടെ പത്ര ഫോട്ടോഗ്രാഫർമാർ വരുമ്പം അവിടെ മെയിനായിട്ടുള്ള ഉദ്ഘാടകൻ്റെ പടം എടുത്ത് പോവും. പിന്നെ ബാക്കി അവിടെ ഫോട്ടോഗ്രാഫർ ഇല്ലെങ്കിൽ ആരുടെ പടം എടുക്കില്ല. അപ്പോൾ ഇവരൊക്കെ കുറേ കഴിയുമ്പോൾ ഇവരൊക്കെ വലിയ സാഹിത്യകാരന്മാരോ അല്ലെങ്കിൽ എഴുത്തുകാരോ ഒക്കെ ആയി വന്നിട്ടുണ്ട്. അവരുടെ ഒന്നും പടം എവിടെയും
പഴയ പടങ്ങളൊന്നും എവിടെയും കാണില്ല. പക്ഷെ അവരൊക്കെ വലിയ താല്പര്യത്തോടു കൂടി എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മിക്കവാറും സാധാരണക്കാരുടെ പടവും എടുക്കും, എനിക്ക് പറ്റുന്നത് അയച്ചു കൊടുക്കുകയും ചെയ്യും. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് MTയുടെ മഞ്ഞ് വായിക്കുന്നത്. ഈ മഞ്ഞ് ആദ്യമായിട്ട് വായിക്കുന്ന പുസ്തകമാണ് മഞ്ഞ്. അത് കഴിഞ്ഞ് സി രാധാകൃഷ്ണൻ്റെ പുഴ മുതൽ പുഴ വരെ. ഈ 2 സാഹിത്യകാരും കാണണം എന്നെനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. പിന്നെ എത്രയോ കാലം കഴിഞ്ഞാണ് കോഴിക്കോട് വരുമ്പം MTയെ വളരെ ദൂരെ നിന്നാണ് കാണുന്നത്. അന്ന് എൻ്റെ അടുത്ത് ക്യാമറയൊന്നുമില്ല, പക്ഷെ വളരെ ദൂരെ നിന്നാണ് കാണുന്നത്. പിന്നീട് കുറേ കഴിയുമ്പോൾ DC ബുക്സിൻ്റെ ഈ പുസ്തകോത്സവം ഉണ്ടാകുമ്പം MT വരും. MTയുടെ അടുത്ത് പോകാൻ എനിക്ക് പേടിയായിരുന്നു. ക്യാമറ ഉണ്ടായപ്പോൾ വളരെ ദൂരെ നിന്നിട്ട് MTയുടെ പടം ആദ്യമായിട്ട് എടുത്തത്. പിന്നീട് MTയുടെ പടം ഒളിഞ്ഞും തെളിഞ്ഞോ ഞാൻ എടുത്തിട്ടുള്ളത്. MTയുടെ മുന്നിൽ പോയിട്ട് ഞാൻ പടം എടുത്തിട്ടില്ല. അപ്പോൾ 90ാം പിറന്നാളിന് സതിയ അറവിയുടെ ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ MT മാതൃഭൂമിയിൽ കുറേ പടങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നു. ആ പടങ്ങൾ MTയെ വെങ്കടേശ് രാമകൃഷ്ണൻ കാണിച്ചു. അപ്പോൾ MT പറഞ്ഞു, ഈ കുട്ടിയെ എനിക്ക് അറിയാം, പക്ഷെ പേരറിയില്ല എന്ന്. പിന്നീട് MT മരിക്കുന്നതിൻ്റെ ഒരു വർഷം മുന്നേ ഞാൻ അവിടെ പോയിരുന്നു. DC ബുക്സിൻ്റെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരാൾ വന്നപ്പോൾ അവരെ കൂടെ പോയതാണ്. അപ്പോൾ എന്നെ ഇങ്ങ് വിളിച്ചു, ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് കാണാറുണ്ട്, പക്ഷേ ഇത് പേരറിയില്ലായിരുന്നു എന്ന്. അപ്പം ഞാൻ പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിയപ്പോൾ എൻ്റെ തലയിൽ കൈവച്ചിട്ട് ഇങ്ങനെ ഒന്നും പറഞ്ഞില്ല, തലയിൽ കൈവച്ച് എൻ്റെ കൈ രണ്ടും കൂടെ കൂട്ടിപ്പിടിച്ചു. അതാണ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായ ഒരു കാര്യമാണ്. വളരെ പേടിയോടുകൂടി ഞാനിങ്ങനെ മാറി നിന്ന് കാണുന്ന ഒരാളായിരുന്നു. തുഞ്ചൻപറമ്പിൽ എല്ലാ പ്രാവശ്യം പോവും, MTയുടെ പടം എടുക്കാറുണ്ട്. ഒരുപാട് പടങ്ങൾ എൻ്റെ അടുത്തുണ്ട്. ഇവിടെ MT വേദികളിൽ കുറച്ച് പടങ്ങൾ പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ മുകുന്ദേട്ടൻ, സി രാധാകൃഷ്ണൻ, ഇങ്ങനെ ഒരുപാട് NS മാധവൻ, ഇവരുടെയൊക്കെ പടങ്ങൾ ഇവരെവിടെയോ വരുന്നോ അവരുടെ പടം എടുക്കാൻ പോകണമെന്നുള്ളത് അറിയാതെ ഇങ്ങ് വന്നു പോകുന്നതാണ്. കൂടുതൽ എനിക്ക് പറയാനൊന്നുമില്ല. വളരെ ഇപ്പോഴും ഞാൻ ഫോട്ടോഗ്രാഫിയിലൊരു ശിശുവാണ്, ഒരു വിദ്യാർത്ഥിയാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇനിയും എനിക്ക് പറ്റുന്നിടത്ത് പോയി എടുക്കണം, ഇതെല്ലാം രേഖപ്പെടുത്തണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇത് പ്രദർശനം ഇതുവരെ നടത്തിയിട്ടില്ല. പ്രദർശനം നടത്തണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പൈസ വാങ്ങി ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ഒരാളല്ലാത്തതുകൊണ്ട് സാമ്പത്തികം കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇതുവരെ പ്രദർശനമൊന്നും നടത്താതിരുന്നത്. ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും ഈ എല്ലാ സാഹിത്യകാരന്മാരുടെയും ഒരു ഫോട്ടോ പ്രദർശനം നടത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇത്രയും എനിക്കിപ്പോൾ പറയാനുള്ളൂ. നന്ദി സതി. അടുത്തതായി സംസാരിക്കുന്നത് കണ്ണൻ ഷൺമുഖമാണ്. കണ്ണൻ്റെ കൂടുതൽ രചനകളുമായി, അല്ലെങ്കിൽ ഞാൻ നേരത്തെ സംസാരിച്ച, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിച്ച ഫോട്ടോഗ്രാഫർമാരുടെ രചനകളുമായി ഉള്ളത്ര പരിചയം കണ്ണൻ്റെ രചനകളുമായി ഇല്ല. എങ്കിൽ തന്നെയും സാഹിത്യ ചരിത്രത്തെ അടയാളപ്പെടുത്താനായി വളരെ സൂക്ഷ്മ തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫറാണ് അദ്ദേഹം എന്നറിയാം. കുറച്ച് മുമ്പ് കാക്കനാടൻ്റെ കഥയിലെ കുഞ്ഞമ്മ പാലം എന്ന പാലം ചിത്രീകരിച്ചത്, ആ പാലം നശിച്ചു പോയിട്ട് 30 വർഷം, പൊളിഞ്ഞു പോയിട്ട് 30 വർഷമെങ്കിലുമായി. ഒരുപക്ഷെ ഇതൊക്കെയാണ് ഫോട്ടോഗ്രാഫിയിൽ, സാഹിത്യത്തിൽ അല്ലെങ്കിൽ സാഹിത്യത്തിൻ്റെ ചരിത്രത്തിൽ ഫോട്ടോഗ്രാഫിക്ക് ഇടപെടാൻ കഴിയുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ബഷീറിൻ്റെ, ഭഗത് സിംഗ് മീശ വെച്ച ബഷീറിൻ്റെ 1-2 ഫോട്ടോകൾ ബാക്കിയായിട്ടുണ്ട്. അതല്ലെങ്കിൽ ഒരുപക്ഷെ ബഷീറിന് വളരെ ഭാവനാത്മകമായൊരു ജീവിതമായതുകൊണ്ട് അത് ബഷീർ വെറുതെ പറഞ്ഞതാണ് എന്ന് തോന്നിയേക്കാം. പക്ഷെ ആ ഫോട്ടോ അതിനെ റദ്ദ് ചെയ്യുകയും ചെയ്യും. കൃത്യമായും ഭഗത് സിംഗിൻ്റെ മേലോട്ട് പിരിച്ച് കയറ്റിയ മീശയുള്ള ഫോട്ടോഗ്രാഫാണ്. അപ്പോൾ ആ രീതിയിലൊരു സാഹിത്യ ചരിത്രത്തെ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ചരിത്രത്തെയും സാഹിത്യ ചരിത്രത്തെയും അടയാളപ്പെടുത്തുന്ന ഒരു മുഹൂർത്തമാണ് ആ ഫോട്ടോഗ്രാഫ് ബഷീറിൻ്റെ കാര്യത്തിൽ. കണ്ണനും അതുപോലെ ഒരു സാധാരണ ഫോട്ടോഗ്രാഫറുടേതല്ലാത്ത സാഹിത്യചരിത്രപരമായിട്ടുള്ള ഉത്കണ്ഠകൾ ഉള്ള ഒരു സുഹൃത്താണ്. അദ്ദേഹം കൂടുതൽ വിശദമായി നിങ്ങളോട് സംസാരിക്കും. ഏവർക്കും നമസ്കാരം.
അതേപോലെ തന്നെ സാഹിത്യ അക്കാദമിക്ക് ഇങ്ങനെയൊരു സെഷൻ ഈ സാഹിത്യോത്സവത്തിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയതിന് പ്രത്യേകമായ നന്ദി പറയുന്നു. സാധാരണ ഈ സാഹിത്യോത്സവത്തിൻ്റെ ചിത്രങ്ങൾ പകർത്തുന്നതിനപ്പുറം ഫോട്ടോഗ്രാഫറുടെ ഏതെങ്കിലും തരത്തിലുള്ള ഉത്കണ്ഠ ഉത്സവങ്ങൾ പങ്കുവെക്കാറില്ല എന്ന് മാത്രമല്ല, ഈ എടുക്കുന്ന ഫോട്ടോഗ്രാഫുകൾ ആ ഉത്സവത്തോടു കൂടി തന്നെ മിക്കവാറും അത് അവസാനിക്കാറാണ് പതിവ്. അത് പിന്നീട് ആർക്കെങ്കിലും കാണാൻ അവസരം കിട്ടുകയോ ഒരാവശ്യത്തിന് ഈ നമ്മൾ എടുത്തിട്ടുള്ള ചിത്രങ്ങൾ ഒരുപക്ഷെ എടുത്ത ഫോട്ടോഗ്രാഫർക്ക് തന്നെ പോലും റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പുതിയ കാലത്ത് ഫോട്ടോഗ്രാഫിന് ഇൻഫർമേഷൻ എന്ന നിലയിൽ അതീവമായ പ്രാധാന്യമാണ് ഉള്ളത്. അത് ഇക്കാലത്തും ഉണ്ട് എങ്കിലും നമ്മുടെ നവീനമായ സാങ്കേതിക വിദ്യകളുടെയൊക്കെ ആവിർഭാവത്തോടു കൂടി ഇതിനെ സംബന്ധിക്കുന്ന ധാരണകളൊക്കെ വളരെ വലിയ നിലയിൽ മാറിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം പകർപ്പവകാശത്തിൻ്റെ വിഷയമാണ്. അപ്പോൾ പകർപ്പവകാശമുള്ള ഫോട്ടോഗ്രാഫുകൾ ആകട്ടെ, അല്ലെങ്കിൽ വീഡിയോ ആകട്ടെ, സൗണ്ട് ആകട്ടെ, നമുക്ക് പുനരുപയോഗിക്കാൻ സ്വാഭാവികമായും അതിൻ്റെ രചയിതാവിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ പകർപ്പവകാശമുക്തമായിട്ടുള്ള ഫ്രീ ഇമേജസിൻ്റെ വളരെ ഒരു ആവശ്യം നമുക്ക് എല്ലാ തരത്തിലും സാഹിത്യ ചരിത്രത്തിൻ്റെ ഭാഗമായി, അതല്ലാതെ തന്നെ ഇത് ആവശ്യപ്പെടുന്ന വിദ്യാർത്ഥികളുടെ ഭാഗത്ത്, സാഹിത്യ ആസ്വാദകരുടെ ഭാഗത്ത്, സാഹിത്യ ചരിത്ര ഗവേഷകരുടെ ഒക്കെ ആവശ്യാർത്ഥം ഈ ഇമേജസിൻ്റെ ആവശ്യം നിലവിൽ ഉണ്ടായി വന്നിട്ടുണ്ട്. നമ്മുടെ അക്കാദമികൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ യഥാർത്ഥത്തിൽ അവരുടെ കൈവശമുള്ള ചിത്രങ്ങൾ പോലും ഈ നമുക്കൊരാവശ്യത്തിന് ധാരാളം ചിത്രങ്ങൾ നമ്മുടെ ഈ അക്കാദമിയുടെ ഈ പല മതിലുകളിലായി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവയൊക്കെ തന്നെ പകർപ്പവകാശത്തിന് വിധേയമാണ്. അത് പകർപ്പവകാശം മുക്തമാകുന്നത് അക്കാദമി ഒരു ഡാറ്റാബേസിൽ ഇവയെ അപ്ലോഡ് ചെയ്യുകയും ഇവ ഏതൊരാൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിൽ അതിൻ്റെ ഒരു ഡിക്ലറേഷൻ, ആ ലൈസൻസ് ക്രിയേറ്റീവ് കോമൺസിലോ മറ്റോ ചെയ്യുകയാണെങ്കിൽ അത് പല വിധത്തിലുള്ള വൈജ്ഞാനികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക്, സാഹിത്യ ചരിത്ര രചന ഉൾപ്പെടെ പിന്നെ ഉപയോഗിക്കാനാകും എന്ന ഒരു വിവരം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആദ്യത്തെ ഫസ്റ്റ് സ്ലൈഡിലേക്ക് ഫസ്റ്റ് വൺ നെക്സ്റ്റ്. ഇത് ഞാനിവിടെ നിന്ന് തുടങ്ങാം. എൻ്റെ അച്ഛൻ അപ്പൂപ്പന്മാരെല്ലാം ഫോട്ടോഗ്രാഫറായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേറെ മാർഗ്ഗമൊന്നുമില്ലാതെ ഫോട്ടോഗ്രാഫറായിപ്പോയ ആളാണ്. അപ്പൂപ്പൻ കൊല്ലത്തെ ആദ്യത്തെ സ്റ്റുഡിയോ ഏതാണ്ട് 1920കളിൽ ആരംഭിച്ചു. മെയിൻ റോഡിലാണ്. കൊല്ലം പട്ടണത്തിൽ വന്നിട്ടുള്ള ആളുകൾക്കറിയാം, ക്ലോക്ക് ടവറിന് സമാന്തരമായി കിടക്കുന്ന മെയിൻ റോഡിലായിരുന്നു ഞങ്ങളുടെ സ്റ്റുഡിയോ. സ്റ്റുഡിയോയുടെ തൊട്ടപ്പുറമായിരുന്നു വിദ്യാഭിവർദ്ധിനി പ്രസ്സും ST റെഡ്ഡിയാരുടെ പ്രസാധന സ്ഥാപനവും. അതിന് തൊട്ടപ്പുറമായിരുന്നു മലയാള രാജ്യം പത്രവും മാസികയും ഒക്കെ അച്ചടിച്ചിരുന്ന സ്ഥാപനം. അപ്പോൾ സ്വാഭാവികമായി അവിടെ കേരളത്തിലെ എല്ലാ തലമുതിർന്ന എഴുത്തുകാരും ഈ സ്ഥാപനങ്ങളിലെ നിത്യേന ഉള്ള സന്ദർശകരായിരുന്നു. അവിടെയുള്ള ഇടവഴികളിൽ കൂടി ബഷീർ, കേശവദേവ്, പൊൻകുന്നം വർക്കി, ഇങ്ങനെ അവർ തന്നെ പല ഘട്ടങ്ങളിലായി എഴുതിയ സംഗതികളുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ ഇപ്പോൾ അപ്പൂപ്പന് ചെറിയ സാഹിത്യ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇവരുടെ മറ്റാവശ്യങ്ങൾക്കായിട്ടൊക്കെയുള്ള ഒരു ഫോട്ടോഗ്രാഫി നിർവഹിച്ചിരുന്ന ഒരു സ്ഥാപനം ആയിരുന്നു ഇത്. പക്ഷേ അതൊന്നും തന്നെ അതിന് അർഹിക്കുന്ന ഒരു പ്രാധാന്യം, നേരത്തെ രത്നാരൻ ചേട്ടൻ പറഞ്ഞതുപോലെ മീശ പിരിച്ച ഈ ഭഗത് സിംഗിനെ പോലെ കേശവദേവിൻ്റെയൊക്കെ ചെറുപ്പത്തിലുള്ള ചിത്രങ്ങൾ ഞാൻ സ്റ്റുഡിയോയിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ആർക്കൈവ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ തന്നെ വലിയ വീഴ്ച വന്നു. ഇപ്പോൾ ധാരാളം ആളുകൾ കഴിഞ്ഞ 10-20 വർഷക്കാലമായി ആ ഫോട്ടോഗ്രാഫുകൾ തിരക്കി അതിൻ്റെ ചരിത്രാന്വേഷകരൊക്കെ തന്നെയും നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ടെങ്കിലും പലതും കിട്ടാൻ മാർഗ്ഗമില്ല. അപ്പോൾ ആ കൂട്ടത്തിൽ എൻ്റെ കുഞ്ഞ് കാലത്ത് ധാരാളം എഴുത്തുകാർ സ്റ്റുഡിയോയിൽ വന്നിരുന്ന കൂട്ടത്തിൽ വന്നിരുന്ന ഒരു മനുഷ്യനാണ് ഇത്. അദ്ദേഹത്തിനെ സഖാവെന്നേ എനിക്ക് വിളിപ്പേര് അറിയാമായിരുന്നുള്ളൂ. പിന്നീട് ഞാൻ അന്വേഷിച്ച് അദ്ദേഹത്തിൻ്റെ പിറകെ പോയപ്പോഴാണ് അറിയുന്നത് അദ്ദേഹം മഞ്ജുഷ വിദ്യാധരനാണ്. ആ പേരിലൊരു മാസിക പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. ബഷീറിൻ്റെ നേരും നുണയും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കത്തുകളുടെ സമാഹാരമാണ്. അതിൻ്റെ പ്രസാധകനായിരുന്നു. തകഴി, കേശവദേവ്, പൊൻകുന്നം വർക്കി, ഇങ്ങനെ അക്കാലത്തെ ഏറ്റവും മുതിർന്ന ആളുകളുടെ എഴുത്തുകാരുടെ എല്ലാം കൃതികളുടെ പ്രസാധകനായിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീറുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം ഉണ്ടായിരുന്നയാളാണ്. സഖാവിൻ്റെ ഒരു ചിത്രം എങ്ങുമില്ല. അദ്ദേഹം കൊല്ലത്തെ ഏറ്റവും പ്രമാദമായ കടപ്പാക്കട സ്പോർട്സ് ക്ലബിൻ്റെ സെക്രട്ടറി കൂടിയായിരുന്നു. അവസാനം ദുരിതകാലത്ത് പുവർ ഹോമിൽ കിടന്നാണ് മരിച്ചത്. അപ്പം അന്ന് ആ സമയത്ത് ഞാൻ പോയിട്ട് എടുത്ത ഒരു ചിത്രമാണ് നേരത്തെ കണ്ടത്. ഇത് പിന്നീട് MT ഒരിക്കൽ കൊല്ലത്ത് വന്നപ്പോൾ ഇതിനകത്ത് ആ സഖാവിൻ്റെ വലിപ്പം നമുക്ക് അറിയാം. സഖാവ്
വളരെ ദുരിതക്കയത്തിലായിരുന്നു മരണപ്പെട്ടത്. അപ്പോൾ ഇത്തരത്തിൽ എത്രയോ എഴുത്തുകാർ സാഹിത്യത്തിൻ്റെ പൊതുവായ ചരിത്രത്തിൽ, സാഹിത്യ ചരിത്രത്തിൽ ഒരു കാരണവശാലും വിസ്മരിക്കാൻ കഴിയാത്ത ഒരു പ്രസാധകനാണ് വിദ്യാധരൻ ചേട്ടൻ. കാരണം നേരും നുണയും അദ്ദേഹം സമാഹരിച്ചതൊക്കെ അതിൻ്റെ ആമുഖത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് സ്ലൈഡ്. ഇത് ഒരു വ്യത്യസ്തതയുള്ള ഒരു ചിത്രം എന്ന നിലയിൽ പ്രദർശിപ്പിക്കാൻ ഞാനാണ്. കവി ഇടപ്പള്ളി മരണപ്പെട്ടത് കൊല്ലത്ത് വെച്ചാണ്. ആത്മഹത്യ ചെയ്യാനെന്ന് അറിയാമല്ലോ. അപ്പോൾ എൻ്റെ ആ കോളേജ് സമയത്താണ് അവിടെ ഇടപ്പള്ളിയുടെ ശവകുടീരം നേടി കവികളും സാംസ്കാരിക പ്രവർത്തകരും എല്ലാം കൂടെ ഒരു വലിയ യാത്ര നടത്തി. ഇത് എവിടാണെന്ന് അറിയാൻ വയ്യ. കവിയെ തെമ്മാടിക്കുഴിയിൽ അടക്കിയെന്ന് മാത്രമേ അറിയാവൂ. അങ്ങനെ അവസാനം അവരിത് കണ്ടെത്തി. ഇപ്പോൾ ശ്മശാനം നിൽക്കുന്ന മതിൽക്കെട്ടിന് പുറത്താണ് കവിയെ അടക്കിയത് എന്ന വിവരം കിട്ടി. അങ്ങനെ അവിടെ ഒരു സ്മാരകത്തിന് വേണ്ടി നിരന്തരമായ സമരവും ഒരു കവിക്ക് സ്മാരകത്തിനു വേണ്ടി നടന്ന ഒരു ഉപവാസത്തിൻ്റെ ചിത്രമാണ്. കുരീപ്പുഴ ശ്രീകുമാർ ഉൾപ്പെടെയുള്ള കൊല്ലത്തെ സാംസ്കാരിക പ്രവർത്തകരുടെ ഒരു ചിത്രം ഇതിൽ കാണാം. നെക്സ്റ്റ് പ്ലീസ്. ഈ ഞങ്ങളുടെ ബേബിച്ചായൻ എന്ന കാക്കനാടനായിട്ട് ആണ് എനിക്ക് എഴുത്തുകാരൻ എന്നുള്ള നിലയിലും മനുഷ്യനെന്ന നിലയിലും ഒക്കെ ഏറ്റവും അധികം അടുപ്പം ഉണ്ടായിരുന്നതും യഥാർത്ഥരാത്രിയും അദ്ദേഹത്തിൻ്റെ അടുക്കള വരെ ചെല്ലാൻ കഴിയുന്ന തരത്തിലുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നതും. ആ കൂട്ടത്തിൽ സാമാന്യം ഭേദപ്പെട്ട നിലയിൽ കാക്കനാടൻ്റെ പല കാലങ്ങളിലുള്ള ചിത്രം എനിക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പ്ലീസ്. ഇതിനകത്ത് കാക്കനാടന്മാർ, ഇഗ്നേഷ്യസ് കാക്കനാടൻ, തമ്പി കാക്കനാടൻ, പിന്നെ അതുപോലെ മുകുന്ദൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നപ്പോഴുള്ള ചിത്രം. അപ്പോൾ കാക്കനാടന്മാരിൽ രാജൻ കാക്കനാടനെ മാത്രമേ ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഫോട്ടോ എടുക്കാൻ വേണ്ടി അദ്ദേഹം നിന്ന് തന്നില്ല. അങ്ങനെയൊന്നും ഫോട്ടോ എടുക്കാൻ പറ്റുന്നതിൽ കൂടെ വലിപ്പമുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. നെക്സ്റ്റ് പ്ലീസ്. പിന്നീട് മറ്റ് സാഹിത്യകാരന്മാർ കൊല്ലത്ത് വരുമ്പോൾ, ഇവിടെ കൊല്ലത്തെ സാഹിത്യ അക്കാദമി പോലെ തന്നെ കൊല്ലത്തെ പ്രമാദമായ ഒരു സ്ഥാപനമാണ് കൊല്ലം പബ്ലിക് ലൈബ്രറി. ആ ലൈബ്രറിയിലെ ബേബിച്ചായനുമായിട്ട് വന്നിട്ടുള്ള ധാരാളം ചിത്രങ്ങളുടെ, ഏകദേശം ഒരു 50ഓളം ചിത്രങ്ങളുടെ ശേഖരം കൂട്ടത്തിൽ മലയാറ്റൂർ. നെക്സ്റ്റ് പ്ലീസ്. വൈക്കം ചേട്ടൻ. ഇത് രണ്ടുപേരും നല്ല ആരോഗ്യമായിരിക്കുന്ന സമയത്ത് എടുത്താണ്. ഇപ്പം അതിൻ്റെ കൂടെ അവർ നാരങ്ങ വെള്ളം കുടിക്കുന്ന, പ്രസ് ക്ലബ്ബിൽ വെച്ചെടുത്തിരുന്നത് നാരങ്ങ വെള്ളം കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, വിടാ നാരങ്ങ വെള്ളമാണെന്ന് ഇതാരെങ്കിലും വിശ്വസിക്കുമോ എന്നോട് ചോദിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ വൈക്കം ചേട്ടൻ്റെ ഒന്നും നല്ലൊരു ചിത്രം ഇല്ല. വൈക്കത്തെ പോലെ വളരെ സീനിയറായിട്ടുള്ള റൈറ്റേഴ്സിൻ്റെ പോലും നല്ല ഒരു ചിത്രം എടുക്കാനില്ലാത്ത ഒരു അവസ്ഥയാണ് ഉള്ളത്. നെക്സ്റ്റ് പ്ലീസ്. ഇതാണ് രത്നാകരൻ നേരത്തെ പറഞ്ഞ കുഞ്ഞമ്മപ്പാലം. 35 വർഷങ്ങൾക്ക് മുമ്പേ പൊളിച്ചു നീക്കി. ചിന്നക്കടയിലായിരുന്നു. കുഞ്ഞമ്മപ്പാലം എൻ്റെ സിരകളിൽ അഗ്നി പടർത്തി എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കുഞ്ഞമ്മപ്പാലം എന്ന പേരിൽ ബേബിച്ചായൻ്റെ ഒരു കഥ തന്നെയുണ്ട്. തിരഞ്ഞെടുത്ത കഥകളിൽ അത് വന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം DC ബുക്സിൻ്റെ 50ാം വാർഷികം കൊല്ലത്ത് നടക്കുന്ന വളരെ വിപുലമായ പുസ്തക പ്രദർശനമുണ്ട്. ഞാൻ കാക്കനാടൻ്റെ പുസ്തകം തിരഞ്ഞെടുത്ത കഥകൾ തിരക്കി പോയതാണ്. പക്ഷേ കാക്കനാടൻ്റെ തിരഞ്ഞെടുത്ത കഥകൾ പോയിട്ട് ഒരു തുള്ളി പോലും ഒരൊറ്റ പുസ്തകവും കൊല്ലത്ത് നടക്കുന്ന 50ാം വാർഷികത്തിൽ ഇല്ലാത്ത അവസ്ഥയാണ്. DC കാക്കനാടനെ പോലും ഒഴിവാക്കിയാണ് പുസ്തകം. ഇപ്പോൾ സമാന്തരമായി മറ്റ് പ്രസാധകരാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഇതാണ് ചിന്നക്കടയിൽ ബർമ ഷെല്ലിലേക്ക് ഇന്ധനങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന കുഞ്ഞമ്മപ്പാലം. നെക്സ്റ്റ് പ്ലീസ്. ഇത് പിന്നീട് കവി വരവര റാവു കൊല്ലത്തൊക്കെ വന്നിരുന്നു എന്ന് ഒക്കെ ഒരുപക്ഷെ പുതുതലമുറയിൽ അറിയാവുന്ന ആളുകൾക്ക് പോലും വിശ്വസനീയം. അപ്പം ഞാൻ വായിച്ച് ഒക്കെയുള്ള സച്ചിദാനന്ദൻ മാഷയുടെയൊക്കെ വിവർത്തനങ്ങൾ വായിച്ചിട്ടൊക്കെയുള്ള ഒരു ആരാധനയുണ്ട്. അപ്പോൾ കവിയെ കാണാൻ ഒരു പനിനീർ പുഷ്പമായിട്ട് ചിന്നക്കടയിൽ പോയതാണ്. പക്ഷേ അടുക്കാൻ പറ്റാത്ത വണ്ണം 4 ചുറ്റും പോലീസും പട്ടാളമായിരുന്നു. അദ്ദേഹം ഒരു കൊല്ലത്ത് വെച്ച് ഈ ഒരു മാവോയിസ്റ്റ് എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റിൻ്റെ അനുസ്മരണത്തിന് വേണ്ടി പൊടുന്നനെ അദ്ദേഹം വന്നതാണ്. അപ്പോൾ കൊല്ലത്തുള്ള മാധ്യമങ്ങൾ പോലും അത് എന്തുകൊണ്ടാണ് അതിൻ്റെ പ്രാധാന്യം അറിയാത്തത് കൊണ്ടാണോ എന്തോ. അപ്പോൾ അങ്ങനെ വന്ന കവി വരവര റാവുവിൻ്റെ ഒരു ചിത്രമാണ് കാണുന്നത്. ഈ മേഖലയിലാണ് ഞാനിപ്പോൾ എൻ്റെ ഒരു പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. വിക്കിപീഡിയയും വിക്കി കോമൺസും. ഈ ഫോട്ടോഗ്രാഫുകളെ സംബന്ധിക്കുന്ന ഈ ആർക്കൈവിങ്ങിൻ്റെയൊക്കെ വിഷയങ്ങൾ അതീവ ഗുരുതരമായി ഫോട്ടോഗ്രാഫർമാർ തന്നെ, കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള AJ ജോജി ട്രൂ കോപ്പിയിലൊരു ലേഖനം ആർക്കൈവിങ്ങിനെ കുറിച്ച്, അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ ഒരു അവസരമില്ലായ്മയെക്കുറിച്ചുമൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഫോട്ടോ എന്ന് പറയുന്നത് അത് സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഡാറ്റാ സ്പേസ് ആവശ്യമാണ്. അപ്പോൾ അക്കാദമി തന്നെ ഇത് ചെയ്യുന്നതിൽ നിന്ന് പിന്നോക്കം പോകുന്നത് എനിക്ക് തോന്നുന്നു ഈ ആർക്കൈവൽ സ്പേസിങ്ങിൻ്റെ ഷോർട്ടേജ് കൊണ്ടാണ് എന്നത്. അപ്പോൾ അതിനും ചിലവുണ്ട്. അപ്പോൾ ആ റിക്കറിങ് എക്സ്പെൻസസ് കൈകാര്യം ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാവണം അക്കാദമി അത് ചെയ്യാത്തതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ വിക്കി കോമൺസ് എന്ന സ്വതന്ത്ര
പിന്നെ നിലയിൽ പ്രവർത്തിക്കുന്ന, ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന വെബ്സൈറ്റ് വഴി ഓൺലൈൻ എൻസൈക്ലോപീഡിയയാണ് വിക്കിപീഡിയ. അതിൻ്റെ മലയാളം പതിപ്പിൽ 80,000-ത്തിലധികം ലേഖനങ്ങളുണ്ട്. മഹാഭൂരിപക്ഷവും സാഹിത്യകാരന്മാരെക്കുറിച്ചും സാഹിത്യ ചരിത്രത്തെക്കുറിച്ചും പുസ്തകങ്ങളെക്കുറിച്ചും ഒക്കെ ഉള്ളതാണ്. എൻ്റെ കൈവശമുള്ള ശേഖരം ഒരു തരത്തിലും ആർക്കൈവ് ചെയ്യാൻ എനിക്ക് മാർഗ്ഗമില്ല. എൻ്റെ 4,500ഓളം ചിത്രങ്ങൾ വിക്കി കോമൺസിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ കാണിച്ച ചിത്രങ്ങൾ ഉൾപ്പെടെ. അത് ഒരു പെർമനൻ്റ് ആയിട്ടു. അതിലുള്ള ഒരു പ്രാധാന്യം അവിടെ ഫ്രീ ആയി മാത്രമേ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ലൈസൻസ് ഇൻ ദ സെൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ പബ്ലിക് ഡൊമൈനിൽ പൊതുസഞ്ചയത്തിലേക്ക് അത് അപ്ലോഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അത് ലോകത്തെ ഏതൊരാൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഒരു ചിത്രം കേവലമായ മലയാള സാഹിത്യ ചരിത്രത്തിൻ്റെയോ അല്ല നമ്മുടെ നാടിൻ്റെയോ സാഹിത്യ ചരിത്രത്തിൻ്റെ ഭാഗമായി മാത്രമല്ല, നമ്മുടെ നാടിൻ്റെയോ അല്ലെങ്കിൽ ലോകത്തെവിടെയുമുള്ള സാഹിത്യ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുന്ന ഒരു സാധ്യതയാണ് വിക്കി കോമൺസ് ഫോട്ടോഗ്രാഫർമാർക്കും പ്രധാനമായും സാഹിത്യ തൽപരരായിട്ടുള്ള ആളുകൾക്കും തരുന്നത്. നെക്സ്റ്റ് പ്ലീസ്. അടുത്ത ഇത് തോമസ് ജോസഫിൻ്റെ ചിത്രങ്ങളൊന്നും ഇല്ലാത്ത ഒരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാകാരന്മാരിൽ ഒരാൾ തോമസ് ജോസഫിൻ്റെ ചിത്രം. നെക്സ്റ്റ് പ്ലീസ്. ഇതിൽ പ്രധാനമായും ഞാൻ ഫോട്ടോഗ്രാഫി മേഖലയിൽ നിന്ന് ഇടയ്ക്കൊന്ന് വഴിമാറി ഒരു സ്കൂളിലൊരു ജോലി കിട്ടിയപ്പോൾ സ്കൂൾ മാഷായി പോയി. ഇപ്പോൾ കൊല്ലം ഗവൺമെൻറ് LPS പ്രാക്കുളം സ്കൂളിലെ ഹെഡ് മാഷാണ്. അപ്പോൾ കുട്ടികൾ ഈ കവിതയെല്ലാം നമ്മൾ പഠിപ്പിക്കുകയും അല്ലാതെ ഈ കുട്ടികളുടെ ഒരു ആവശ്യത്തിന് അവരുടെ ഒരു പ്രസൻറ്റേഷനൊക്കെ തയ്യാറാക്കാനൊക്കെ വേണ്ടി വരുമ്പോൾ കവികളുടെ ചിത്രങ്ങൾ തിരക്കിപ്പോവും. 4ാം ക്ലാസ്സിലെ പിന്നീട് നഞ്ച് എന്ന് പറയുന്ന കവിത എഴുതിയ ഗോത്രവർഗ കവി മുതുവാൻ ഭാഷയിലെ ഒരു കവിത ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്റ്റി ഇലക്കണ്ണൻ എന്നാണ് ഈ ചങ്ങായിയുടെ പേര്. ഇല്ല, കാരണം ഇപ്പോൾ എഴുതി തുടങ്ങിയ ആളിൽ 20 B.Ed പഠിക്കുകയാണ്, 20 വയസ്സേ ഉള്ളൂ കവിക്ക്. അപ്പോൾ എന്തായാലും ഞാൻ ക്രിസ്റ്റിയെ എൻ്റെ സ്കൂളിലേക്ക് ക്ഷണിച്ചു. വിക്കിപീഡിയയിൽ ഉൾപ്പെടുത്തിയ ക്രിസ്റ്റിയുടെ പേജും ഫോട്ടോയും വീഡിയോയുമാണ് ആ കാണുന്നത്. അപ്പോൾ കോമൺസിനകത്ത് സാഹിത്യകാരൻ്റെ ശബ്ദം ഉൾപ്പെടെ അങ്ങേയറ്റം പ്രാധാന്യമുള്ളൊരു വിവരമാണ്. ഇപ്പോൾ കേശവദേവൻ്റെയൊക്കെ സൗണ്ട് എങ്ങനെയായിരുന്നുണ്ടാവും, തകഴിയുടെയൊക്കെ പിന്നീടും അവൈലബിളാണ്. പക്ഷേ വളരെ നമുക്ക് വിവരങ്ങൾ കുറവുള്ള ഒരു മേഖലയാണ്. അതിനൊക്കെയുള്ള ഒരു മാർഗ്ഗമാണ് വിക്കി കോമൺസ്. നെക്സ്റ്റ് പ്ലീസ്. ഇത് കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പേ ബാനു മുഷ്താഖ്, നമ്മുടെ ബുക്കർ പ്രൈസ് വിന്നർ ബാനു മുഷ്താഖ് എഴുത്തുകാരി കൊല്ലത്ത് വരികയുണ്ടായി. അപ്പം ഞാൻ എടുത്ത ഒരു ചിത്രം വിക്കി കോമൺസിൽ അപ്ലോഡ് ചെയ്തു. ആ വിക്കി കോമൺസിൽ അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് മലയാളം വിക്കിപീഡിയയുടെ ഭാഗമായതുപോലെ 20 ഭാഷാ വിക്കികളിൽ 320 ഭാഷകളിൽ വിക്കിപീഡിയയുണ്ട്. അതിൽ 20-ലധികം ഭാഷകളിൽ ഈ ചിത്രം ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോമൺസിലേക്കുള്ള അതിൻ്റെ ഒരു ഡാറ്റാബേസ് നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ നമ്മുടെ ഭാഷയിലെ സാഹിത്യ ചരിത്രത്തിലേക്ക് മാത്രമല്ല ലോകഭാഷയുടെ സാഹിത്യ ചരിത്രത്തിലേക്ക് നമുക്ക് ഈ കാര്യങ്ങളെ സന്നിവേശിപ്പിക്കാൻ വേണ്ടി കഴിയും. നെക്സ്റ്റ് പറയുള്ളൂ തോന്നുന്നു. അപ്പോൾ ഇതാണ് എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. പരമാവധി ഫോട്ടോഗ്രാഫുകൾ നിങ്ങൾ എടുക്കുന്നത്, കോമൺസിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ സാഹിത്യ ചരിത്രത്തിന് വലിയ സംഭാവനയാകും എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. താങ്ക് യു. പരിഗണിക്കപ്പെടേണ്ട അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ട ഫ്രീ സോഫ്റ്റ്വെയർ തലത്തിൽ ആലോചിക്കേണ്ട നിർദ്ദേശങ്ങളാണ് കണ്ണൻ ഷൺമുഖം മുന്നോട്ട് വച്ചത്. അടുത്തതായി നിങ്ങളോട് സംസാരിക്കുക ചിത്രകാരനും ഫോട്ടോഗ്രാഫറും യാത്രാ ഫോട്ടോഗ്രാഫറും ഒക്കെ ആയിട്ടുള്ള ഇമ ബാബുവാണ്. വളരെ ദീർഘകാലമായിട്ടുള്ള ബന്ധമാണ് ബാബുവുമായി എനിക്കുള്ളത്. ഞങ്ങളുടെ പൊതു സുഹൃത്തായ സുരേഷ് പട്ടാലിയിലൂടെ പരിചയപ്പെട്ടതാണ്. ബാബു പലപ്പോഴും ഫോട്ടോഗ്രാഫിയിൽ വ്യാപൃതനാവുകയും വലിയ മഹാന്മാരായ എഴുത്തുകാരെ ചിത്രീകരിക്കുകയും ചെയ്തതായി എനിക്കറിയാം. ചില ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ കാണാനും കഴിഞ്ഞിട്ടുണ്ട്. ബാബു തൻ്റെ ഫോട്ടോഗ്രാഫി അനുഭവങ്ങളെക്കുറിച്ച് സംസാരിക്കും. വേദിയിലും സദസ്സിലുള്ളവർക്ക് എൻ്റെ സ്നേഹം. ഞാൻ ഏകദേശം ഒരു
35 വർഷത്തോളമായി ഫോട്ടോഗ്രാഫി ഫീൽഡിൽ ഇങ്ങനെ തുടങ്ങിയിട്ട് സാഹിത്യകാരന്മാരെ ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ എടുത്തിട്ടുള്ളതും ഈ മൈക്കിൻ്റെ മുന്നിലുള്ള അവരുടെ ഭാവങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഞാൻ കൊണ്ടുവന്നില്ല ഇങ്ങോട്ട്, കാരണം അതൊരു ബുക്കാക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. പിന്നെ കുഞ്ഞുണ്ണി മാഷെക്കുറിച്ചുള്ള കുറേ ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട്. അതിപ്പോൾ അവിടുത്തെ സ്മാരകത്തിൽ വെച്ചിട്ടുണ്ട്. ഈ സാഹിത്യ അക്കാദമിയും ഇവരൊക്കെ കൂടിയിട്ടുള്ള ഒരു സ്മാരകം ഉണ്ടാക്കിയിട്ടുള്ള സ്മാരകത്തിലാണ് എൻ്റെ ചിത്രങ്ങൾ വെച്ചിട്ടുള്ളത്. കുഞ്ഞുണ്ണി മാഷെ ഒരു ദിവസം എന്നുള്ള രീതിയിലാണ് പല ദിവസങ്ങളിലായിട്ട് പോയിട്ട് എടുത്തിട്ടുള്ള ചിത്രം. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ അന്നൊക്കെ ഈ ലോ ലൈറ്റ് പടങ്ങൾ എടുക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമിച്ചിട്ടുള്ളത് അന്നൊക്കെ. അത് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുനലൂർ രാജേട്ടൻ്റെയും അതുപോലെ തന്നെ റസാഖ് കോട്ടയ്ക്കലിൻ്റെയും NL ബാലകൃഷ്ണേട്ടൻ്റെയും ഒക്കെ ചിത്രങ്ങൾ കണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു ലൈറ്റിങ്ങും മറ്റ് ഇതൊക്കെ എടുക്കാനുള്ളൊരു തോന്നലുണ്ടായത്. അത് കണ്ടപ്പോൾ ഇവിടുത്തെ അക്കാദമിയുടെ അത് അവിടെ മാഷയുടെ ചിത്രം അവിടെ വയ്ക്കാനായിട്ടുള്ള ഇത് തന്നു. പിന്നെ ഇമ എന്ന് പറയുന്ന സ്റ്റുഡിയോയ്ക്ക് പേരിട്ടത് സുരേഷ് പട്ടാലിയായിരുന്നു. അപ്പോൾ പിന്നീട് പട്ടാലി ചെയ്തിട്ടുള്ള ഒരു ടെലിഫിലിമിൽ എന്നോട് തന്നെ ചോദിക്കാതെ ഇമ ബാബു എന്ന് പേരിട്ടു. പിന്നെ അത് ഞാനങ്ങനെ ഒരു പേരായിട്ട് സ്വീകരിച്ചു. പിന്നെ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്, ഞാൻ 5 മാസത്തോളം ഇന്ത്യ മൊത്തം ഒന്ന് കറങ്ങി അതിലെടുത്തുള്ള കുറച്ച് ചിത്രങ്ങൾ വെച്ച് അതിൻ്റെ ഒരു ചെറിയ കുറിപ്പോട് കൂടിയുള്ളൊരു ബുക്ക് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഇമായനം എന്നാണ് അതിൻ്റെ പേരായിരുന്നത്. ഇവിടെ സാഹിത്യ അക്കാദമിയിൽ വെച്ചിട്ട് ശ്രീരാമേട്ടൻ വിനയേട്ടന് കൊടുത്തിട്ടായിരുന്നു പ്രകാശനം ചെയ്തത്. അപ്പോൾ ആ ബുക്കിലെ ചിത്രങ്ങളാണ് ഞാൻ കൊണ്ടുവന്നത്. സാഹിത്യകാരന്മാരുടെ ചിത്രങ്ങളല്ല കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അത് കൂടുതലൊന്നും പറയാനില്ല. എന്തായാലും ഈ ഒരു വേദിയിലേക്ക് എന്നെ ക്ഷണിച്ചത് എഴുത്തുകാരനായ രാജേട്ടനാണ്. അതോടൊപ്പം തന്നെ സാഹിത്യ അക്കാദമിയോടും എൻ്റെ സ്നേഹം പങ്കുവയ്ക്കുന്നു. ഇനി നമുക്ക് പ്രത്യേകിച്ചും ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വാക്കുകൾ കുറക്കുകയും ഫോട്ടോകൾ കൂടുതൽ കാണുകയും ചെയ്യുകയാണ് എന്തുകൊണ്ടും ഉചിതം. അതുകൊണ്ട് ആദ്യമായി നമുക്ക് KR വിനയൻ്റെ കുറച്ച് ചിത്രങ്ങൾ കാണാം. അതെ അതെ സദസ് വേണം കൊടുക്കില്ല. അതും ഒക്കെ ഉണ്ടോ? ഇപ്പോൾ കേൾക്കുന്നുണ്ടോ? ഞാൻ എടുത്ത എഴുത്തുകാരുടെ കുറച്ച് ചിത്രങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ. ബാബുവിൻ്റെ അതവിടെ നോട്ടെ. ഞാൻ അതാര ഇത് എടുത്തു ഓക്കെ ഉണ്ട്. ഇത് M. ഗോവിന്ദൻ്റെ ചിത്രമാണ്. ഗോവിന്ദനാണ് ഇന്ത്യക്ക് പുറത്തുമുള്ള ഫോട്ടോഗ്രാഫറെ പറ്റിയും ഫോട്ടോഗ്രാഫർമാരുടെ പുസ്തകവും എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. അങ്ങനെ ഒരിക്കൽ എടുക്കുന്ന ഒരു പോർട്രേറ്റാണത്. ഇതും M. ഗോവിന്ദൻ തന്നെയാണ്. ഗോവിന്ദനോട് തമാശ പറഞ്ഞതാണ്, ഗോവിന്ദൻ പ്രകൃതിയുമായിട്ട് അലിഞ്ഞു കിട്ടുന്നൊരു ചിത്രം കിട്ടിയാൽ കൊള്ളാമെന്ന്. അങ്ങനെ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തതാണ്. ഇത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചിത്രമാണ്. ബഷീറിൻ്റെ തന്നെ
ഇത് NN കക്കാടിൻ്റെ ചിത്രമാണ്. അപ്പോൾ മുമുക്ഷുവിൻ്റെ മോക്ഷം എന്നുള്ളൊരു കവിത പറ്റി സംസാരിച്ചപ്പോൾ അത് ഞാൻ കണ്ണട വെച്ച് സൂക്ഷ്മമായി എഴുതിയൊരു കവിതയാണ്. അതുകൊണ്ട് കണ്ണട ഊരിയിട്ട് എൻ്റെ പടം മതി എന്ന് പറഞ്ഞൊരു തമാശ പറഞ്ഞപ്പോൾ എടുത്തൊരു ചിത്രമാണത്. ഇത് തകഴിയുടെ ചിത്രം. അദ്ദേഹത്തിന് ഒരു കാറ് ഗിഫ്റ്റ് ചെയ്യുന്നതാണ്. അത് ഫോർ രജിസ്ട്രേഷൻ കാറായിരുന്നു. ആ ദിവസം എത്തിയപ്പോൾ എടുത്തൊരു ചിത്രമാണ്. ഇത് മാധവിക്കുട്ടിയുടെ ഞാൻ നേരത്തെ പറഞ്ഞ സമയത്ത് വീട്ടിൽ നിർത്തിയ ചിത്രമാണ്. ഇത് OV വിജയൻ്റെ ചിത്രം. തസ്രക്കിലുള്ള ചിത്രമാണ്. ഇത് ഒരു കോറിയിലൂടെ കൊണ്ടുപോയിട്ട് എടുത്ത ചിത്രമാണ്. ഇത് MN വിജയ മാഷ ചിത്രമാണ്. MTക്ക് അപൂർവമായിട്ട് കിട്ടിയ ഒരു സാധാരണ ചിരിക്കാത്തൊരു ഇമേജ് പിക്ചർ കിട്ടിയതാണ്. തിക്കോടിയൻ്റെ പടമാണ്. ഇത് M ലീലാവതി ടീച്ചർ അവരുടെ തറവാടിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ചിത്രമാണ്. ഇതവർ പഠിച്ച സ്കൂളിലെ സെയിം ക്ലാസ് റൂമിലിരിക്കുന്നതാണ്. ഇതാണ് കുഞ്ഞുണ്ണി മാഷ് ഞാൻ പറഞ്ഞ പരീക്ഷണ ചിത്രം. കുഞ്ഞുണ്ണി മാഷ് തന്നെ പറഞ്ഞ് ഒരു വിളക്ക് കത്തിച്ച് വെച്ച് ഇതുവരെ എക്സ്പെരിമെൻ്റാണ്. പഠനം കഴിഞ്ഞ കാലമാണ്. അത് പിന്നെ കുഞ്ഞുണ്ണി മാഷ് എൻ്റെ മേടിക്കുകയും ചെയ്തു. ഇതാണ് ആർദ്ര എന്ന കഥ എഴുതിയ KA മോഹൻദാസ്. മോഹൻദാസിലൂടെയാണ് സത്യത്തിൽ ഞാൻ വായനയിലേക്കും ഫോട്ടോഗ്രാഫിയിലേക്കും വരാനും, അതുമാത്രമല്ല ഞങ്ങളുടെ ചാവക്കാട് സൗഹൃദമാണ് ഞാൻ ഇന്ന് നിൽക്കുന്ന ഈ കസാലയിലേക്ക് എന്നെ എത്തിച്ച എൻ്റെ സുഹൃത്തുക്കളുടെ സഹായം. അതിൽ 1-2 പേര് ഇവിടെ വന്നിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. കോവിലിൻ്റെ ആദ്യകാല ചിത്രമാണ്. ഇത് കോവിലൻ തന്നെ പണിത വീട് പൊളിച്ചു കഴിഞ്ഞ് അവിടെ തറയുടെ പോലെ വന്നിരിക്കുന്നത്. ഗിരി എന്നാണ് വീടിൻ്റെ പേരുണ്ടായിരുന്നത്. അവിടെ വളരെ ദുഃഖിതനായിട്ട് ഇരിക്കുന്ന സമയത്ത് കിട്ടിയ ചിത്രമാണ്. കഴിഞ്ഞു കാണും. അതെ, അത്രയും. മനോജ് സെലക്ടഡ് ചിത്രങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, എൻ്റെ കൂടുതൽ ചിത്രങ്ങൾ, ഏതാണ്ട് 100-ലധികം ചിത്രങ്ങൾ തൊട്ടപ്പുറത്ത് തന്നെയുള്ള ഗവൺമെൻറ് കോളേജ് ഓഫ് ഫൈൻ ആർട്സിലെ ഗാലറിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞു മഞ്ഞ് 4 നോവലുകളുടെ. ഇത് MDയുടെ 4 നോവലിലെ ഒരു പോർഷനാണ്. മുമ്പ് നമ്മൾ പറഞ്ഞു ഒരു എഴുത്തുകാരൻ്റെ ജീവിത പരിസരങ്ങൾ എങ്ങനെ കൃതിയായി മാറുന്നുവെന്ന്. MDയുടെ അനുഭവ തലത്തിലുള്ളതായിരിക്കണം ഈ ഒരു ദൃശ്യം. MDയുടെ കൂടല്ലൂരുള്ള തറവാട് വീടിൻ്റെ താഴത്തെ നിലയിലെ കോണിമുറിയിലെ താഴെ വെച്ച് എടുത്തിട്ടുള്ള ചിത്രമാണ്. ആ കോണിമുറിയുടെ താഴെ എന്താണ് സംഭവിച്ചതെന്ന് 4 നോവൽ വായിച്ചിട്ടുള്ളവർക്കറിയാം. ആ ഒരു അടയാളത്തെ, ആ ഒരു നിമിഷത്തെ
പൂരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നോവൽ ഫോട്ടോഗ്രാഫി പരമ്പരയിലെ ആ നാലുകെട്ട് നിളയും എന്ന പുസ്തകത്തിലെ ആ ദൃശ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ചിത്രം എടുത്തിട്ടുള്ളത്. ആ കോണിമുറിയുടെ താഴെ തന്നെ ഈ വള പൊട്ടിച്ചിട്ടിട്ടാണ് ആ ചിത്രം എടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു, എൻ്റെ എല്ലാ ചിത്രങ്ങൾക്കും ടെക്സ്റ്റും കൂടിയേ പറ്റുള്ളൂ. എഴുത്തുകാരൻ എഴുതിയ വരികൾ. ഇത് കോച്ചി എന്ന ഒരു വീട്ടുവേലക്കാരിയൊക്കെ ആയ സ്ത്രീ അപ്പുണ്ണിയെ കൂട്ടി സന്ധ്യാസമയത്ത് നടന്നു പോകുന്ന ഒരു ദൃശ്യമാണ്. സന്ധ്യാസമയത്ത് കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ടോർച്ചൊന്നും ഇല്ലായിരുന്നു ആ കാലത്ത്. അന്ന് ചൂട്ടുകറ്റ വീശിയാണ് പോകുന്നത്. അത്യാവശ്യം ഫോട്ടോഗ്രാഫി അറിയാവുന്നവർക്കറിയാം, നമ്മൾ ചൂട്ടുകറ്റ വീശി ഒരാൾ നടന്നു പോകുന്ന ഫോട്ടോ എടുത്താൽ വെറുതെ ഒരാളിങ്ങനെ ചൂട്ടുകറ്റ പിടിച്ച് നിൽക്കുന്ന ഫോട്ടോയിലേ ഉണ്ടാവുള്ളൂ. അതിന് പകരം ഒരു ലോങ് എക്സ്പോഷർ, ബി ഷട്ടർ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് പ്രൊഫഷണൽ ക്യാമറകളിൽ. അതായത് നമ്മളൊരു ദൃശ്യം ഫോട്ടോ എടുക്കാൻ വേണ്ടി ഷട്ടർ ഓപ്പൺ ചെയ്താൽ ഫോട്ടോഗ്രാഫർ ആവശ്യപ്പെടുമ്പോൾ മാത്രമായിരിക്കും ഷട്ടർ അടയുക. അത്രയും സമയവും മുന്നിലുള്ള ലെൻസിന് മുമ്പിലുള്ള ഇമേജ് നമ്മുടെ പ്രതലത്തിൽ പതിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ ഏറ്റവും പ്രകാശം കൂടിയ ഹൈലൈറ്റുള്ള ഏരിയ ആയിരിക്കും നമ്മുടെ പടത്തിലേക്ക് പതിയുക. അപ്പോൾ ചൂട്ടുകറ്റ വീശി ഒരാളെ ഇവിടുന്ന് അങ്ങോട്ട് നടത്തിച്ചിട്ട് ക്യാമറ ഫോട്ടോ ഷൂട്ട് ഓൺ ചെയ്തു. അയാൾ അവിടെ നടന്നെത്തിക്കഴിഞ്ഞപ്പോൾ ഷട്ടർ ക്ലോസ് ചെയ്തു. അപ്പോൾ ആ അത്രയും സമയത്തെ ചുട്ടുകറ്റയുടെ വീശലാണ് ആ ചിത്രത്തിൽ പതിഞ്ഞിട്ടുള്ളത്. താഴെ കാണുന്നത് നിള നദിയിലെ പ്രതിബിംബമാണ്. അത് MDയുടെ കൂടല്ലൂരുള്ള അശ്വതി എന്ന വീടിൻ്റെ നേരെ മുന്നിൽ തന്നെ ഉള്ള ദൃശ്യമാണ്. ആ ഭാഗത്തൂടെയാണ് ഈ നോവൽ പറയുന്നത് പോലെ യൂസുഫിൻ്റെ പീടികയിൽ നിന്ന് കോച്ചിയും അപ്പുണ്ണിയൊക്കെ സാധനങ്ങൾ വാങ്ങിപ്പോയിരുന്നത്. ഏത് സ്ഥലത്ത്, അത് MD ആ നോവൽ എഴുതുമ്പോൾ ഏത് സ്ഥലമാണോ മനസ്സിലുണ്ടായിരുന്നത് ആ സ്ഥലം തന്നെയാണ് ഈ ഷൂട്ടിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് മുത്തളയംകുന്നത്തെ ശിവരാത്രി ദിവസത്തെ ഉത്സവ ദിവസമാണ്. ഈ ദിവസമാണ് 5 ആളുകളെ ഒറ്റയ്ക്ക് അദ്ദേഹം കുഞ്ചുണ്ണി നായർ അടിച്ചിടുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ശിവരാത്രി ദിവസം തന്നെ പോയി ആ ഉത്സവ ദിവസം തന്നെ എടുത്ത ചിത്രമാണ്. ഇത് സൈതാലിക്കുട്ടി കുഞ്ചുണ്ണി നായർക്ക് വിഷം കൊടുത്തു എന്ന് പറയുന്നൊരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ അതിന് ഏതാണ്ട് സാധ്യതയുള്ള അവിടുത്തെ ഒരു കാട്ടുപ്രദേശമാണത്. അത് അവിടുത്തെ അതിരാളൻ കുന്നിന് താഴെയുള്ള പണ്ട് നടവഴി ഉണ്ടായിരുന്നൊരു പ്രദേശമാണ്. ആ ഭാഗത്തു നിന്ന് പാതിരാവിലാണ് ആ ചിത്രം എടുത്തിട്ടുള്ളത്. ഇത് പുതുതായിട്ടിപ്പോൾ നമ്മൾ എക്സിബിറ്റ് ചെയ്യുന്ന മഞ്ഞ് നോവലിലെ ഒരു ദൃശ്യമാണ്. അതിൽ മരണത്തിൻ്റെ അടയാളപ്പെടുത്താൻ വേണ്ടി ഒരു അമൂർത്തമായ ഒരു ചിത്രമായി ഞാനതിനെ ചിത്രീകരിച്ചതാണ്. മരണത്തിൻ്റെ ഒരു ഫീൽ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ആ വൈബ്രേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഷെയ്ക്കായ ഷട്ടർ സ്പീഡ് ഉപയോഗിച്ച് ആ ചിത്രം പകർത്തിയിട്ടുള്ളത്. അത് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് തോന്നുന്നു. ഭോട്ടിയ സമുദായത്തിൽപ്പെട്ട ചുമട്ടുകാരാണ് ഉത്തരാഖണ്ഡിലുള്ളത്. അവർ എന്താ പറയുക, മലമ്പ്രദേശങ്ങളിൽ മാത്രം താമസിക്കുന്ന ആളുകളാണ്. ഏറെക്കുറെ അപരിഷ്കൃതരാണ് അവർ. അപ്പോൾ അവർ ചുമട്ടും അതുപോലുള്ള ബ്രോക്കർ ജോലികളൊക്കെയാണ് അവരവിടെ ചെയ്യുന്നത്. അത്ര കട്ടിയേറിയ പണികൾ ചെയ്യുന്നവരാണ്. അവരിൽ 2 പേര് അവിടെ വിശ്രമിക്കുകയാണ്. അപ്പോൾ ഈ രംഗമായിരിക്കണം മഞ്ഞ് നോവലിൽ കാലദൂതരെ പോലെ കൂനിക്കൂടിയിരിക്കുന്ന ആളുകൾ ഭോട്ടിയ ചുമട്ടുകാർ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലാണ് നോവലിലെ ഒരു ദൃശ്യബിംബത്തെ നമ്മൾ ഈ പരമ്പരയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് കാണാൻ കഴിയുമെന്ന് തോന്നുന്നു. തൂവാലക്കീറ് പോലെ പറന്നു പോകുന്ന മേഘക്കീറ് എന്നാണ് പറയുന്നത്. പറന്നു പോകുന്ന തൂവാല പോലെ. അത് മഞ്ഞ് നോവലിലെ ഏറെ പ്രസക്തമായൊരു ഭാഗമാണ്. അത് നിങ്ങൾക്കറിയാം, വിമലയുടെ ഒരു മാനസിക വ്യാപാരങ്ങളെ ദ്യോതിപ്പിക്കുന്നതിന് വേണ്ടി പല സന്ദർഭങ്ങളും ഇതുപോലെ പ്രകൃതിയിലെ ബിംബങ്ങൾ ഉപയോഗിച്ച് MD മഞ്ഞിൽ ചെയ്തിട്ടുണ്ട്. അത്തരത്തിലൊരു മൊമെൻ്റാണത്. ഇതാണ് നൈനിറ്റാൾ തടാകം. ഈ തടാകവും അതിന് ചുറ്റുവട്ടവുമാണ് മഞ്ഞ് നോവലിൻ്റെ ബേസ് അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയാം. ഈ ഭൂമിയുടെ, ഈ നൈനിറ്റാൾ തടാകത്തിൻ്റെ വട്ടവും അവിടുത്തെ ഭൂപ്രകൃതിയുടെ ഘടന തന്നെയാണ് മഞ്ഞ് നോവലിൻ്റെ ഘടനയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സാധിക്കുന്നവർ നൈനിറ്റാളിൽ പോവേണ്ടതാണ്. അപ്പോൾ MDയുടെ മഞ്ഞ് കൃത്യമായി അവിടെ കണ്ടെത്താൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും. ഇത് മഞ്ഞ് നോവൽ ഉള്ളിലുള്ളവർക്കറിയാം, ബുദ്ധു എന്ന കഥാപാത്രം ഗോരാ സാഹിബിൻ്റെ ഇന്ത്യയിലെ സന്ദർശന വേളയിലുള്ള സ്മാരകങ്ങളിലൊന്ന് എന്നാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ ബലൂൺ വിറ്റ് നടന്നിരുന്ന ഒരു പയ്യനാണവൻ. 100ലധികം കുട്ടികളവിടെ
ബലൂണും കടലയൊക്കെ വിറ്റ് നടക്കുന്നുണ്ട്. 65 വർഷങ്ങൾക്ക് മുമ്പ് MD നൈനിറ്റാൾ സന്ദർശിച്ചപ്പോൾ അന്ന് ഇത്തരം ഒരു കുട്ടിയെ കണ്ടിട്ടുണ്ടാവണം. അതിൽ നിന്നാവണം അത്തരം ഒരു കഥാപാത്രത്തെ അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ളത്. ഇന്ന് ഈ 65 വർഷങ്ങൾക്ക് ശേഷം ഞാൻ മഞ്ഞ നോവലുമായി അവിടെ ചെല്ലുമ്പോഴത്തേക്കും അത്തരം കുട്ടികൾ അവിടെ ഉണ്ട്. അവന് വെള്ളാരം കണ്ണുകളുണ്ട്, അവൻ്റെ മുഖത്ത് പുള്ളിക്കുത്തുകളുണ്ട്, അവന് പ്രായം സെയിമാണ്. അപ്പോൾ അത്തരത്തിൽ അവിടെയുള്ള ആളുകളുടെ ശരീരഘടന അല്ലാത്ത ഒരു വിദേശ ഘടന, ഒരു വിദേശിയുടെ ഘടന അവനുണ്ട്, ശാരീരിക ഘടന അവിടെയുണ്ട്. അതുകൊണ്ടാണ് അവനെ ഒരു മോഡലാക്കി ഞാൻ ബുദ്ധുവിനെ അടയാളപ്പെടുത്താനുള്ള ചിത്രം എടുത്തിട്ടുള്ളത്. വലിയ നന്ദി. നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഫൈൻ ആർട്സ് കോളേജിലെ ഗാലറിയിലേക്ക് ക്ഷണിക്കുന്നു. സദസ്സിൽ നിന്ന് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എന്നോടോ അല്ലെങ്കിൽ സുഹൃത്ത് ഫോട്ടോഗ്രാഫർമാരോടോ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ചോദ്യങ്ങൾ ഹ്രസ്വമായാൽ വളരെ സന്തോഷം. ചോദ്യമല്ലേ അല്ലേ? എൻ്റെ പേര് ശ്രീലത. ചോദ്യമല്ല, അഭിപ്രായമാണ്. കണ്ണൻ ഷൺമുഖം പങ്കുവച്ച ഫോട്ടോകളിൽ എൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനായ വൈക്കം ചന്ദ്രശേഖരൻ നായരെ കാണാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. അടുത്ത കാലത്ത് ഒരു ഇതിലും അദ്ദേഹത്തിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാറില്ല. അതിലുള്ള ഒരു സന്തോഷം പ്രത്യേകം പറയുന്നു. പിന്നെ എൻ്റെ നാട്ടുകാരനായിട്ടുള്ള ഇമ ബാബുവിൻ്റെ ഫോട്ടോകൾ വളരെ മനോഹരമായിരുന്നു എന്നുള്ളത് വളരെ സന്തോഷമായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോട്ടോകൾ കാണുന്നത്. അതിലുള്ള സന്തോഷം അറിയിക്കുന്നു. അതുപോലെ മങ്ങാട് രത്നാകരൻ സാറ് പറഞ്ഞതിൽ എൻ്റെയും കൂടി സുഹൃത്തായിട്ടുള്ള സുരേഷിനെ കുറിച്ച് ഉള്ള പരാമർശം വളരെ സന്തോഷം തോന്നി. താങ്ക് യു. നേരത്തെ ഷൺമുഖം പറഞ്ഞതുപോലെ തന്നെ വൈക്കം ചന്ദ്രശേഖരൻ നായരുടെ ഫോട്ടോകൾ വളരെ അപൂർവമാണ്. പുനലൂർ രാജൻ്റെ ഫോട്ടോഗ്രാഫുകളുടെ ശേഖരത്തിൽ M.N. ഗോവിന്ദൻ നായരും വൈക്കം ചന്ദ്രശേഖരൻ നായരും മറ്റൊരു വൈക്കത്തുകാരനായ വൈക്കം മുഹമ്മദ് ബഷീറും വൈക്കവും തോപ്പിൽ ഭാസിയും അങ്ങനെ 6-7 ചിത്രങ്ങളുണ്ട്. ചിലപ്പോൾ സ്വകാര്യ ശേഖരങ്ങളിൽ ഉണ്ടായേക്കാം, എങ്കിലും അബുൽ കലാമിൻ്റെ ഉണ്ടല്ലേ. വളരെ ശരിക്കും ആ രീതിയിൽ എഴുത്തുകാരുടെ ഫോട്ടോകളുടെ ഒരാളുടേന്ന് മാത്രമല്ല മറ്റ് പലരും എടുത്ത ഫോട്ടോകളുടെ ആൽബം സാമാന്യം കഴിയാവുന്നത്ര നല്ല ഗുണമേന്മയിൽ അച്ചടിക്കുന്നത് ഫോട്ടോഗ്രാഫിയിലൂടെയുള്ള സാഹിത്യ ചരിത്രത്തെ ഭാവിയിൽ പ്രചോദിപ്പിക്കും എന്നാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ എനിക്കും അറിയാവുന്നത്. എങ്കിൽ നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാൻ തോന്നുന്നു. പ്രത്യേകിച്ച് കൂടുതൽ പറയേണ്ടതെല്ലാം അടുത്ത 5 മിനിറ്റിനകം അടുത്ത സെഷൻ ആരംഭിക്കുന്നതാണ് കരുതുന്നത്.